അച്ഛൻ കാലഹരണപ്പെട്ടുവെന്ന് മകൻ തോൽക്കണമെന്ന അച്ഛനോട് സഹതാപമെന്ന മക്കളെക്കുറിച്ച് അധികം പറയിക്കണ്ട എന്നും ആ ഭാഷ താൻ ശീലിച്ചിട്ടില്ല എന്നും അച്ഛൻ. എ കെ ആന്റണിയും മകൻ അനിൽ ആന്റണിയും തമ്മിലുള്ള തെരഞ്ഞെടുപ്പ് സംവാദമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പൊതുരംഗത്ത് വന്ന കാലം മുതൽ കുടുംബം വേറെ രാഷ്ട്രീയം വേറെ, ഞാൻ പ്രകടനത്തിന് പോകാതെ തന്നെ ആന്റണി നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും, സംശയിക്കില്ല. കേരളത്തിലെ BJP സുവർണകാലം കഴിഞ്ഞു. മക്കളെക്കുറിച്ച് എന്നെക്കൊണ്ട് അധികം പറയിപ്പിക്കേണ്ട. ആ ഭാഷ ഞാൻ ശീലിച്ചിട്ടില്ല. ആ ഭാഷ എൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമല്ല. അതുകൊണ്ട് എന്നെക്കൊണ്ട് സംസാരിക്കില്ല. ഒരു പഴയ ഡിഫൻസ് മിനിസ്റ്റർ ഇതുപോലെ ഇന്ന് ഇന്ത്യൻ സൈന്യത്തെ അവഹേളിച്ചു, പാകിസ്ഥാനെ വെള്ളപൂശാൻ ശ്രമിച്ച ഒരാൾക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്യാൻ കാണുമ്പോൾ എനിക്ക് ഇവരോടൊക്കെ ദുഃഖവും സഹതാപവും മാത്രമാണ് തോന്നുന്നത്. ഇത് കാരണം മാത്രമാണ് 2014-ലും 2019-ലും കോൺഗ്രസ് പാർട്ടിയെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും ലഭിക്കാത്ത രീതിയിൽ ഇന്ത്യൻ ജനത തോൽപ്പിച്ചത്. കെ കരുണാകരൻ അന്ത്യവിശ്രമം കൊള്ളുന്ന തൃശൂരിലെ മുരളി മന്ദിരത്തിൽ പത്മജ വേണുഗോപാൽ കോൺഗ്രസുകാർക്ക് BJP മെമ്പർഷിപ്പ് കൊടുത്ത ദിവസം കൂടിയാണെന്ന്. അച്ഛനും അമ്മയും അന്തിയുറങ്ങുന്ന സ്ഥലം സംഘികൾക്ക് വിട്ടുകൊടുക്കില്ലെന്നും പത്മജയുടേത് ചീപ്പ് പ്രവൃത്തിയാണെന്നും കെ മുരളീധരൻ പ്രതികരിച്ചു. സാധാരണ രീതിയിൽ ഇന്നത്തെ ദിവസം ഒരിക്കലും ഇതിനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. കാരണം അമ്മ മരിച്ചതിൻ്റെ കർമ്മങ്ങൾ സാധാരണ ചെയ്യുന്ന ദിവസമാണ്. പക്ഷേ ഇന്ന് കണ്ടൊരു പ്രവണത വെറും തരം താണ രാഷ്ട്രീയ വേദിയാക്കി എന്നെ മാറ്റി. എനിക്കിപ്പോൾ ആ ഒരു കെട്ടിടം എൻ്റെ പേരിൽ വേണമെന്ന് എനിക്ക് നിർബന്ധം. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും അന്തി ഉറങ്ങുന്ന സ്ഥലം സംഘികൾക്ക് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വിട്ടുകൊടുക്കില്ല. കാലഹരണപ്പെട്ടത് മക്കളോ? ജേക്സി തോമസ് CPIM, പഴകുളം മധു കോൺഗ്രസ്, പ്രിൻഡു മഹാദേവ് BJP, ജേക്കബ് ജോർജ് രാഷ്ട്രീയ നിരീക്ഷകൻ. അനിൽ ആന്റണിയും ഈ ചർച്ചയിൽ ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവസാനഘട്ടത്തിൽ അദ്ദേഹം പിന്മാറിയതാണ്. ടെലിഫോണിൽ ശ്രമിക്കാം അനിൽ ആന്റണിയെ. ആദ്യം ശ്രീ പഴകുളം മധു, ഒന്ന്, എ കെ ആന്റണിയെ കാലഹരണപ്പെട്ട നേതാവ് എന്ന് മകൻ അനിൽ ആന്റണി വിളിക്കുന്നു. പത്മജ വേണുഗോപാൽ മുരളി മന്ദിരത്തിൽ കെ കരുണാകരൻ്റെ സ്മൃതി മണ്ഡപത്തിൻ്റെ തൊട്ടടുത്ത് പന്തൽ കെട്ടി BJPയിലേക്ക് ആളെ എടുക്കുന്നു. ഈ ഒരു തരത്തിലുള്ള രാഷ്ട്രീയം പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സംജാതമാകുന്നത് കോൺഗ്രസിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഇറിലവൻ്റ് ആയിട്ടുള്ള യാതൊരു പ്രസക്തിയുമില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ജനങ്ങളുടെയോ വോട്ടർമാരുടെയോ ഒന്നും ശ്രദ്ധയിലേക്ക് വരുന്ന കാര്യങ്ങളെയല്ല. ഇവർ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ മക്കൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും മാറി BJPയിലേക്ക് ചേർന്നതുകൊണ്ട് കേരളത്തിലോ രാജ്യത്തോ അവർ ജീവിക്കുന്ന പ്രദേശത്തോ അവരുടെ ജില്ലകളിലോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഫലനം ഉണ്ടായതായി ആരും, ഞങ്ങളുടെ രാഷ്ട്രീയ ശത്രുക്കൾ പോലും ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളിതിനെ വളരെ നെഗ്ലിജിബിളായിട്ടൊരു കാര്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. എത്രയോ പേർ പാർട്ടി വിട്ടു പോകുന്നു. കോൺഗ്രസ് ആയിരക്കണക്കിന് MLAമാരെയും MP മാരെയും ഒക്കെ സൃഷ്ടിച്ചിട്ടുള്ളൊരു പാർട്ടിയാണ് ഇന്ത്യയിൽ ആദ്യത്തെ സർക്കാരിൻ്റെ കാലം മുതൽ. ആ പാർട്ടിയിൽ ഇന്ത്യയിൽ 6 ലക്ഷം ഗ്രാമങ്ങളുണ്ട്. ആ ഗ്രാമങ്ങളിലെല്ലാം കോൺഗ്രസ് ഉണ്ട്. ശക്തന്മാരായ നേതാക്കന്മാരുണ്ട്, ഇടത്തരക്കാരുണ്ട്, താഴ്ത്തട്ടുള്ളവരുണ്ട്. അവർ കുറേ ആൾക്കാർ ഈ അടുത്ത സമയത്ത് BJPയിൽ പോയി, എല്ലാ പാർട്ടിയിൽ നിന്നും പോയി. CPMൽ നിന്നാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായി പേരും പെരുമയുള്ളൊരു നേതാവ് BJP പോകുന്നത് CPMൽ നിന്നാണ്. CPMൻ്റെ മുൻ ധനകാര്യമന്ത്രിയെ കൂടിയായിട്ടുള്ള V വിശ്വനാഥ മേനോൻ ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ വളരെ ഗുരുതരമായ ആക്ഷേപം ഇപ്പോൾ ദല്ലാൽ നന്ദകുമാർ കൂടി ഉന്നയിച്ചിരിക്കുന്നു. ശരിയാണ്, അച്ഛനും മകനും തമ്മിലുള്ള രാഷ്ട്രീയം, അച്ഛൻ അച്ഛൻ്റെ രാഷ്ട്രീയം പറയും, മകൻ മകൻ്റെ രാഷ്ട്രീയം പറയും. പക്ഷെ അവിടെ മകൻ്റെ കാര്യത്തിനകത്ത് ഉപയോഗിക്കാൻ പാടുള്ള വാക്കുകളാണോ മകൻ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത്, പ്രത്യേകിച്ച് അദ്ദേഹം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചാൽ എങ്ങനെയായിരിക്കും ജനങ്ങൾ അദ്ദേഹത്തെ വിലയിരുത്തുക എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. ഈ മകനെക്കുറിച്ച് ഇതിപ്പോൾ അല്പം മുമ്പ് ദല്ലാൽ നന്ദകുമാർ പറഞ്ഞത്, അദ്ദേഹം ഈ CBIയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലാക്കാമെന്ന് പറഞ്ഞ് 25 ലക്ഷം രൂപ വാങ്ങിക്കൊടുത്തു എന്നുള്ളതാണ്. ആദ്യം PJ കുര്യനോട് പരാതി പറഞ്ഞു, PJ കുര്യൻ ഒന്നും ചെയ്തില്ല. പിന്നീട് PT തോമസിനോട് പരാതി പറഞ്ഞു, PT തോമസ് ആ പണം 5 തവണകളായി വാങ്ങിക്കൊടുത്തു എന്നുള്ളത്.
അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ ആയുധ ഡീലുകളുടെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അത് വിൽപ്പന നടത്തി എന്നുള്ളതാണ്. 2 ഒബ്റോയ് ഹോട്ടലിൽ റൂമുകൾ കേന്ദ്രീകരിച്ച് സി വി സി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെട്ട PJ തോമസ് IAS ആൻറ്റോ എന്ന് പറയുന്ന ഒരാളും അനിൽ ആൻ്റണിയും ചേർന്ന് ബ്രോക്കർ ഇടപാട് നടത്തി എന്നുള്ളതാണ്. ഇത് വളരെ ഗൗരവമുള്ള ആരോപണമല്ലേ? നികേഷ് ഞാൻ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒന്ന് പറഞ്ഞാലേ നമുക്ക് ആ കാര്യം മനസ്സിലാവും. ഇപ്പോൾ BJP-യിലേക്ക് പോയ ഒരു നേതാവാണ് ശ്രീ അനിൽ ആൻ്റണി. അപ്പോൾ കേരളത്തിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, വി വിശ്വനാഥ മേനോനാണ് അന്തസ്സുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് BJP-യിലേക്ക് പോകുന്നത്. പിന്നീട് നമ്മൾ കേരളത്തിൽ തന്നെ പലരെയും കണ്ടു. ആരാണ്? അൽഫോൺസ് കണ്ണന്താനം, CPM-ൻ്റെ MLA, SFIയുടെ ഓൾ ഇന്ത്യ പ്രസിഡൻ്റായിരുന്ന അബ്ദുള്ള കുട്ടി, അങ്ങനെ ധാരാളം ആൾക്കാർ ഓരോ CPM-ന്ന് പോയ. നിങ്ങൾ എപ്പോഴും കോൺഗ്രസ്സുകാരുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ എല്ലാ പാർട്ടിയിൽ നിന്നും പോകുന്നുണ്ട്. ബംഗാളിലും ത്രിപുരയിലും ആണെങ്കിൽ CPM പാർട്ടിയുടെ ഒട്ടുമിക്ക ആൾക്കാരും പാർട്ടി ഓഫീസും പാർട്ടി ഫണ്ടുമായിട്ടാണ് ഒഴുകിപ്പോയത്. 1.4% അവരുടെ ലാസ്റ്റ് ഇലക്ഷൻ അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ്. അപ്പം എല്ലായിടത്തും ഇതൊക്കെ നടക്കും. ഞങ്ങൾ വലിയ പാർട്ടി ആയതുകൊണ്ടും നേതാക്കന്മാർ ആയിരക്കണക്കായതുകൊണ്ടും ഇതൊന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി ഞാൻ ചോദിച്ചേയില്ല പഴകുളം മധുവിനോട്. പഴകുളം അനിൽ ആന്റണി നേരത്തെ തയ്യാറാക്കിയ ഒരു സ്ക്രിപ്റ്റാണ് ഇപ്പോൾ പറയുന്നത്. ചോദ്യവും ഉത്തരവും തമ്മിൽ ഒരു ബന്ധവുമില്ല. അല്ല നികേഷേ, സ്ക്രിപ്റ്റ് അല്ല. ഈ താങ്കളുടെ ചോദ്യത്തിലേക്ക് വരണമെങ്കിൽ അതിൻ്റെ പശ്ചാത്തലം വിശദീകരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ഇനി താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാം. അനിൽ ആൻ്റണി കോൺഗ്രസ് വിട്ടു. അദ്ദേഹം കോൺഗ്രസിലെ ഒരു പ്രമുഖനായ നേതാവൊന്നും ആയിരുന്നില്ല, ഒരു സാധാരണ ആളായിരുന്നു. അദ്ദേഹം AK ആൻ്റണിയുടെ മകനായതുകൊണ്ട് അദ്ദേഹത്തിന് പ്രാമുഖ്യം കിട്ടി. സ്വാഭാവികമായിട്ടും AK ആൻ്റണിയെ പോലെ രാജ്യത്തെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ളൊരു പൊളിറ്റീഷ്യൻ്റെ വീട്ടിൽ നിന്നും ഒരാൾ പാർട്ടിയിലേക്ക് മാറുമ്പോൾ, ഉദാഹരണത്തിന് പത്മജ വേണുഗോപാൽ, കണ്ടിട്ടുള്ളൂ. AK ആൻ്റണിയുടെ മകൻ AK ആൻ്റണിയുടെ രാഷ്ട്രീയം വിട്ടു എന്ന് പറഞ്ഞാൽ ആരാ മൈൻഡ് ചെയ്യുന്നത്? അപ്പോൾ ഇപ്പോൾ ഒരു സ്പേസ് അയാൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിനെക്കുറിച്ച് എനിക്ക് പരാതി ഇല്ലല്ലോ, ഈ കേൾക്കുന്നവർക്കും പരാതി ഉണ്ടാവില്ല. പക്ഷേ ഞാൻ ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇയാൾ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ സാധാരണഗതിയിലുള്ള അച്ഛനെക്കുറിച്ച് മകൻ ഉപയോഗിക്കാത്തൊരു വാക്കാണ്. തൻ്റെ സംസ്കാരം അനുവദിക്കുന്നില്ല എന്ന് ആൻ്റണി പറയുന്നു, അച്ഛൻ കാലഹരണപ്പെട്ടതാണ് എന്ന് മകൻ പറയുന്നു എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. പോട്ടെ, അതേക്കുറിച്ചൊന്നും നിങ്ങൾക്ക് രാഷ്ട്രീയമായി മറുപടി പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇതാ നോക്കൂ, 2ാം UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു അഴിമതിയെക്കുറിച്ചും അതിനകത്ത് അനിൽ ആൻ്റണിയുടെ പങ്കാളിത്തത്തെക്കുറിച്ചും പറയുന്നുണ്ട് ഇവിടെ. അത് നിഷേധിക്കുന്നുണ്ടോ എന്ന് അല്പം മുമ്പ് അനിൽ ആൻ്റണിയോട് പത്തനംതിട്ടയിലെ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം നിഷേധിക്കുന്നു. പക്ഷേ കേസൊന്നും കൊടുക്കാനില്ല. എന്തുകൊണ്ടാണ്? നിയമപരമായ നടപടി, പക്ക കേസല്ലേ ഇത്? ഇപ്പോൾ അനിൽ ആൻ്റണി ബഹുമാനായ ശ്രീ AK ആൻ്റണിക്കെതിരായിട്ടൊരു പരാമർശം നടത്തി. താങ്കൾ എന്നെ ഒരു ചോദ്യത്തിന് ഉത്തരം അതിലേക്ക് കൊണ്ടുപോകരുത്, താങ്കൾ അസ്വസ്ഥനാകരുത്. അനിൽ ആൻ്റണി സ്വന്തം പിതാവിനെ കുറിച്ച് നടത്തിയ പ്രസ്താവന, അദ്ദേഹത്തിൻ്റെ പാകതയില്ലായ്മ, പക്വതയില്ലായ്മ, അദ്ദേഹം രാഹുൽ ഗാന്ധിയെക്കുറിച്ച് എത്ര മോശമായിട്ടുള്ള മ്ലേച്ഛമായിട്ടുള്ള പദപ്രയോഗങ്ങളാണ് കഴിഞ്ഞ കുറേ നാളുകളായി. അപ്പോൾ ഇതൊക്കെ BJP-ക്കകത്ത് റെലവൻസ് കിട്ടാൻ വേണ്ടി, പ്രാധാന്യം കിട്ടാൻ വേണ്ടി നടത്തുന്ന ജൽപ്പനങ്ങളാണ്. അതിനാരും ഗൗരവം കാണുന്നില്ല. അനിൽ ആൻ്റണി ഈ പദവിക്കൊന്നും ഒട്ടും അർഹനല്ല എന്നാണ് അദ്ദേഹം വീണ്ടും തെളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്ര ഒരു പ്രയാസകരമായ ഘട്ടത്തിലും AK ആൻ്റണി കാണിക്കുന്ന ഔന്നത്യം ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും മാതൃകയാക്കാൻ കഴിയുന്നതാണ്. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ മാത്രമല്ല, രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട ഏറ്റവും സീനിയർ നേതാവും ഏറ്റവും മിതമായും പക്വമായും ഏറ്റവും മര്യാദയോടുകൂടിയും അദ്ദേഹം ഒരു മര്യാദാ പുരുഷോത്തമനാണ്. അത്ര അന്തസ്സുറ്റ രാഷ്ട്രീയ ശ്രീ AK ആൻ്റണിയുടെ വീട്ടിൽ നിന്നും ഒരാളെ കുത്തിയെടുത്തിട്ട് അദ്ദേഹത്തിനെതിരായി ഇത്ര മ്ലേച്ഛമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അനിൽ ആൻ്റണി സ്വന്തം വില ഇടിച്ചു കളയുകയാണ്. അദ്ദേഹം തകർന്ന് താഴെ സ്റ്റൂപ്പ് ചെയ്ത് പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അനിൽ ആൻ്റണിയുടെ വെളിപ്പെടുത്തലും പത്മജ വേണുഗോപാലിൻ്റെ വെളിപ്പെടുത്തലും എല്ലാം എങ്ങനെയാണ് ജനങ്ങൾ സ്വീകരിച്ചതെന്ന് ഈ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണി കഴിയുമ്പോൾ താങ്കൾക്ക് മനസ്സിലാകും. അതാണ് ബഹുമാനനായ ശ്രീ AK ആൻ്റണി ഇന്ന് മിതമായ ഭാഷയിൽ പറഞ്ഞു വെച്ച കാര്യങ്ങൾ. മറ്റൊന്ന്, ഏതോ ഒരു ദല്ലാൽ നന്ദകുമാർ എന്തോ വെളിപ്പെടുത്തൽ നടത്തിയതായിട്ട് താങ്കൾ പറഞ്ഞു. സത്യത്തിൽ ഞാനിത് കണ്ടില്ല, എന്താണെന്ന് അറിയില്ല. താങ്കൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ചില നേതാക്കന്മാർ അയാളെ കണ്ടു, അയാൾ ഡിഫൻസ് ഡീല് കൊടുത്തു എന്നൊക്കെ പറയുന്നു. അത് AK ആൻ്റണി അല്ലാതിരിക്കണമായിരുന്നു. AK ആൻ്റണി അല്ലാതെ വേറെ ഏതെങ്കിലും ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. AK ആൻ്റണിയെ നേരിട്ട് ആക്ഷേപം ഉന്നയിക്കുന്ന ഒന്നും ദലാൽ നന്ദകുമാർ പറഞ്ഞിട്ടില്ല. ദലാൽ നന്ദകുമാർ പറഞ്ഞിട്ടുള്ളത്
CBI സ്റ്റാൻഡിംഗ് കൗൺസിലാക്കാൻ വേണ്ടി 25 ലക്ഷം രൂപ അനിൽ ആന്റണി വാങ്ങി എന്നാണ്. ഡൽഹിയിലെ അശോക ഹോട്ടലിൽ വെച്ചാണ് വാങ്ങിയിട്ടുള്ളത്. ആ കാര്യം നടന്നില്ല. അഡ്വക്കേറ്റ് അജിത് ശാസ്തമംഗലം CBI കൗൺസിലായി മാറിയപ്പോൾ PJ കുര്യനെ സമീപിച്ചു എന്നാണ്. PJ കുര്യനെ നമുക്കൊന്ന് ഫോണിൽ വിളിച്ചു ചോദിക്കാം. PJ കുര്യൻ ജീവിച്ചിരിപ്പുണ്ട്. PT തോമസ് ആണ് ഇടപെട്ട് 5 ഇൻസ്റ്റാൾമെന്റ് പണം തിരിച്ചു കൊടുത്തത് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ആക്ഷേപം അതിനേക്കാൾ വലിയ ആക്ഷേപമാണ്. നമുക്ക് ആവശ്യം ചർച്ച ചെയ്യേണ്ടി വരും. ഞാൻ വരാം ശ്രീ പഴകുളം മധു. നമുക്ക് ആ ഘട്ടത്തിലേക്ക് വരാം. ഞാനത് താങ്കൾ ആദ്യഘട്ടത്തിന് കൃത്യമായ മറുപടി പറയാത്തതുകൊണ്ടാണ് ഞാൻ ഈ രണ്ടാം ഘട്ടത്തിലേക്ക് വളരെ വേഗം കടന്നത്. ശ്രീ പ്രിന്റു മഹാദേവ്, നിങ്ങളുടെ പാർട്ടിയുടെ നേതാവാണ് ഇപ്പോൾ അനിൽ ആന്റണി. ഇപ്പോൾ സ്വന്തം പിതാവിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ നാളെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം BJP-യുമായിട്ടുണ്ടെങ്കിൽ മോദിയൊക്കെ എന്തായിരിക്കും ഇയാൾ വിളിക്കുക? ഇന്നിപ്പോൾ ചർച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞാൽ ചർച്ചയ്ക്ക് വരാതിരുന്നതിൻ്റെ രോഷമല്ല, പക്ഷെ ഉണ്ട്. അത് കാരണം ഒരു മിനിമം മര്യാദയുള്ള മനുഷ്യന്മാരൊന്നും ചർച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞ് വരാതിരിക്കില്ല. പോട്ടെ, ഞാനത് വിട്ടു. ശ്രീ പ്രിന്റു മഹാദേവ്, ഒരു അച്ഛനെ പ്രിന്റുണ്ടോ? ശ്രീ പ്രിന്റു മഹാദേവ്, ഒരു അച്ഛനെ കുറിച്ചാണ് മകൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്നതാണോ? അല്ല സാർ, ഇതിനകത്ത് അച്ഛൻ മകൻ എന്നുള്ളൊരു വിഷയത്തെ നമ്മൾ കാണേണ്ട. പരിണിതപ്രജ്ഞനായിട്ടുള്ള ഒരു കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവായിട്ടുള്ള AK ആന്റണിയും BJP-യിലേക്ക് വന്ന് BJP-യുടെ യുവ നേതാവായിട്ട് പാർലമെൻറ്റിനകത്ത് മത്സരിക്കുന്ന AK ആന്റണിയുടെ മകൻ എന്നതിനപ്പുറത്തേക്ക് BJP-യുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ടുള്ള അനിൽ ആന്റണിയുടെ വാക്കുകളായിട്ട് അതിനെ കണ്ടാൽ മതി. നമ്മൾ AK ആന്റണി തന്നെ അദ്ദേഹത്തിന് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലോ, ഞാൻ KSUവിൻ്റെ കാലഘട്ടം മുതൽ തന്നെ കുടുംബം വേറെ രാഷ്ട്രീയം വേറെ, ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള രണ്ടുപേരുടെ ഒരു ചർച്ചയായിട്ടും രണ്ടുപേരുടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കാര്യങ്ങൾ ബോധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമായിട്ട് അതിനെ കണ്ടാൽ മതി. അതിനപ്പുറത്തേക്ക് അച്ഛൻ മകൻ എന്നതിനകത്തേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഒരു ഔചിത്യക്കുറവ് സത്യത്തിൽ നമ്മൾ പ്രബുദ്ധരായ പാർട്ടിയിലെ കാലഹരണപ്പെട്ട ആളാണ് എന്നാണ് പറയുന്നത്. മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും കുടുംബത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരും ചന്ദ്രനെ നോക്കി കുരയ്ക്കുന്ന പട്ടികളെ പോലെ കുറച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ എന്താ, ഞാൻ പച്ചയായി പറയാം ശ്രീ പിന്തു. ഒന്ന്, കാലഹരണപ്പെട്ട നേതാവാണ്. രണ്ട്, ചന്ദ്രനെ നോക്കി കുരയ്ക്കുന്ന പട്ടികളെ പോലെ കുരച്ചുകൊണ്ടിരിക്കുന്നു പറയുമ്പോൾ AK ആന്റണിയെ പട്ടിക്ക് സമാനനായ ഒരു മനുഷ്യനായിട്ടാണ് അനിൽ ആന്റണി കാണുന്നത്. അത് പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. അങ്ങനെയല്ല, ഇതിനകത്ത് കാലാഹരണപ്പെട്ടു എന്ന് പറയുന്നത് സത്യമാണല്ലോ. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം കാലാഹരണപ്പെട്ടു കഴിഞ്ഞ പ്രസ്ഥാനം തന്നെയാണ്. ആ കാലാഹരണപ്പെട്ട പ്രസ്ഥാനത്തിൽ നിന്ന് രാഷ്ട്രീയത്തിൽ ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്ന ആളുകളൊക്കെ തന്നെ പുതിയ സ്ഥലങ്ങൾ, അവർക്ക് പ്രവർത്തിക്കാൻ അനുകൂലമായ സാഹചര്യമുള്ള സ്ഥലങ്ങളിലേക്ക് വരും. അതുകൊണ്ട് തന്നെ കാലാഹരണപ്പെട്ട പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കാലാഹരണപ്പെട്ട നേതാവ് എന്നാണ് AK ആന്റണിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്, അദ്ദേഹം ഒരു ആഖ്യാനത്തിൻ്റെ ഒരു ശൈലിക്കനുസരിച്ച് ഒരു വാചകം പറഞ്ഞതാവായിരിക്കാം, അല്ലാതെ ഒരു അച്ഛൻ എന്ന രീതിയിലോ ഒരു രാഷ്ട്രീയ നേതാവിനെ ഇകഴ്ത്തി കാണുന്ന രീതിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സംസാരമായിട്ട് നമ്മൾ അതിനെ കാണേണ്ടതില്ല. ഇതിന് ഞങ്ങൾ കൃത്യമായി കാണുന്നത് കോൺഗ്രസ്സുകാരനായിട്ടുള്ള AK ആന്റണിയും BJP-കാരനായിട്ടുള്ള അനിൽ ആന്റണിയുടെ തർക്കമായിട്ട് മാത്രമേ ഞങ്ങൾക്കതിനെ കാണാൻ സാധിക്കുള്ളൂ. അതിനകത്ത് ഒരു സാംസ്കാരിക പ്രബുദ്ധതയുടെ പ്രശ്നമോ അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള ഔന്നിത്യത്തിന്റെ പ്രശ്നമോ ഒന്നും നമുക്ക് അങ്ങനെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അങ്ങനെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ അനിൽ ആന്റണി ഉണ്ടായിരുന്നെങ്കിൽ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് താങ്കളോട് ഞാൻ ചോദിക്കുന്നത്. അച്ഛനെ പട്ടിയുമായി ഉപമിച്ച് സംസാരിക്കുക, കാലഹരണപ്പെട്ട നേതാവ് എന്ന് പറയുക, ആന്റണിയോട് സഹതാപം എന്ന് നേരിട്ടുള്ള വാക്കുകളിലൂടെ പറയുക, ഇതൊക്കെ ശരിയാണോ പ്രിന്റു മഹാദേവ്? രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. വലിയ പരമ്പരാഗത ശത്രുക്കൾ പോലും ഉപയോഗിക്കാത്ത വാക്കുകളാണ് പിതാവിനെതിരെ ഉന്നയിക്കുന്നത് ഇയാൾ. അല്ല സാർ, ഇതിനകത്ത് നമുക്കറിയാലോ, AK ആന്റണിയുടെ AK ആന്റണി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആളാണ്. നമ്മുടെ കുട്ടിക്കാലം മുതൽ അല്ലെങ്കിൽ കേരളത്തിന് 35-ാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രിയായ തൊട്ട് അദ്ദേഹം ആദർശപരമായിട്ടുള്ള നിലപാടുകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൃത്യമാണ്. അതുകൊണ്ടാണ് നമുക്കറിയാം കേരളത്തിൽ ഇവിടെ ഈ പൊതുവെ ഈ സംഘടിത ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം 2003 നടത്തിയിട്ടുള്ള പ്രസ്താവന ഒരുപക്ഷെ കേരളത്തിൽ തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ചെയ്യുന്നത്. അന്നത്തെ സാഹചര്യത്തിൽ അതൊരു ഉറച്ചു പറഞ്ഞ ഒരാളാണ് ആന്റണി. അന്ന് ഈ പറയുന്ന ആന്റണിയെ നമുക്കറിയാം ഏത് രീതിയിലാണ് കേരളത്തിൽ ആളുകൾ കൈകാര്യം ചെയ്യുന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. പക്ഷേ ആന്റണി പിന്നീട് നമ്മൾ കണ്ടത്, പ്രതിരോധ മന്ത്രിയായ ആന്റണിയെ കണ്ടത് ആദർശം പണയം വെച്ചുകൊണ്ട് അദ്ദേഹം എല്ലാം നഷ്ടപ്പെട്ട് ഒരു മൗനി ഭാവയെ പോലെ ഇരിക്കുന്ന ഒരു ആന്റണിയാണ് പിന്നീട് നമ്മൾ കണ്ടിട്ടുള്ളത്. അതേ ആന്റണി തന്നെ ഇന്ദിരാഗാന്ധിക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട്, കേരളത്തിൽ K കരുണാകരനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. പല നിലപാടുകളിലും കൃത്യമായിട്ടുള്ള നിലപാടുള്ള ഒരു ആന്റണി ഉണ്ടായിരുന്നു. ആ ആന്റണിയാണ് അദ്ദേഹം, ആ ആന്റണിയുടെ ഒരു പ്രതീകാത്മകമായിട്ട് അദ്ദേഹം പറഞ്ഞതാകാം. അദ്ദേഹത്തിന് ഒരു പക്ഷേ മലയാളം ഒന്നും കൃത്യമായിട്ട് വശമില്ലാത്ത ഒരാൾ, അദ്ദേഹം വിദേശ രാജ്യങ്ങളൊക്കെ പഠിച്ച ഒരാളാണ്. അപ്പോൾ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുത്ത ഒരു വാചകത്തെ അദ്ദേഹം എടുത്തു പറഞ്ഞതാകാം. അല്ല, അതിനെ അങ്ങനെ കണ്ടാൽ മതി നമ്മൾ. അങ്ങനെയൊന്നല്ല കേട്ടോ, അദ്ദേഹം വിദേശ രാജ്യങ്ങളിലൊക്കെ പിന്നീട് പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ കാലഘട്ടത്തിലൊക്കെയാണ് പോയത്. അദ്ദേഹം ഇവിടെയൊക്കെ പഠിച്ച ആൾ തന്നെയാണ്. ആണെങ്കിലും
അല്ല ആണെങ്കിൽ സാർ അല്ല സൗജന്യങ്ങൾ നിങ്ങൾ ആണെങ്കിൽ നീട്ടിക്കൊടുക്കുക. പോലും ജെക്സി അത് തോമസ്, ഒന്ന് ആരെങ്കിലുമൊക്കെ- കരുണാകരന്റെ സ്മൃതി അല്ല, മണ്ഡപത്തിൽ വെച്ച് അല്ല. കോൺഗ്രസ്സുകാർ BJP-യിൽ ചേരുന്നതിന് പത്മജ വേണുഗോപാല് മെമ്പർഷിപ്പ് കൊടുക്കുന്നു. രണ്ട് ആന്റണിയും അനിൽ ആന്റണിയും തമ്മിലുള്ള സംവാദം നമ്മൾ കണ്ടിരിക്കുന്നു. CPM-ന് ഇക്കാര്യത്തിൽ നിലപാടുണ്ടോ? റിപ്പോർട്ടർ TV റിപ്പോർട്ടർ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അക്കാര്യത്തിൽ മറ്റൊരു രാഷ്ട്രീയയുടെ പരിമിതികളോടുകൂടിയെങ്കിലും ആഭ്യന്തര കാര്യമാണെങ്കിലും CPM-ന്റെ നിലപാടെന്ന നിലയിൽ മാത്രമല്ല, കേരളത്തിലെ ഇന്ത്യയിലെ മതനിരപേക്ഷ രാഷ്ട്രീയ ചേരിയുടെ ഭാഗമായി ചിന്തിക്കുന്ന മുഴുവൻ ആളുകളും നിർബന്ധമായും ഇടപെടുകയും അഭിപ്രായ രൂപീകരണം നടത്തുകയും ചെയ്യേണ്ട ഒരു സംഭവവികാസം കൂടെയാണ്. സാധാരണഗതിയിൽ മുമ്പ് പലപ്പോഴും ഈ ചർച്ച ഉന്നയിക്കപ്പെടുമ്പോൾ ഇത് ഇടതുപക്ഷം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ ആക്ഷേപം മാത്രമാണ് എന്ന നിലയിലാണ് കോൺഗ്രസ് പ്രതിനിധികൾ ഇതിനെ കാണാറുണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്തെ ചർച്ചാ വിഷയം അതല്ലല്ലോ. അല്പം കൂടെ ഗൗരവപൂർണ്ണമല്ലേ, അല്പം കൂടെ കനമുള്ള ഒരു രാഷ്ട്രീയ വിഷയമല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അങ്ങ് കണ്ടില്ലേ, പ്രേക്ഷകർ നിർബന്ധമായും കരുതുന്നുണ്ടാകും, എത്രയോ ചെറുതായി പോയി നമ്മളുടെ കോൺഗ്രസിന്റെ പ്രതിനിധി ചർച്ചയിൽ ഇന്ത്യയുടെ പ്രതിരോധ സേനയെ സംബന്ധിച്ചുള്ള അങ്ങേയറ്റം രാഷ്ട്ര സുരക്ഷയെ സംബന്ധിച്ചുള്ള ഗൗരവപൂർണമായ രേഖകളിൽ പലതും ഇദ്ദേഹം മുഖാന്തരം ചോർന്നു കിട്ടി. അതിൽ പരോക്ഷമായും പ്രത്യക്ഷമായും ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി സ്ഥാനം അലങ്കരിച്ചിരുന്ന അറക്കൽ പറമ്പിൽ കുര്യൻ ആന്റണി എന്ന AK ആന്റണിയാണ് നേരിട്ട് പ്രതിപട്ടികയിലേക്ക് വരുന്നത്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഗൗരവപൂർണമായ ആരോപണം നമ്മുടെ നാട്ടിൽ കാക്കാസിന് വിലയില്ലാത്ത ആളുകൾ ഉന്നയിച്ചാൽ പോലും ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസ് പ്രതിനിധിയുടെ കേരളത്തിലെ മുതിർന്ന നേതാക്കന്മാർ പറയാറുണ്ട്, നിങ്ങളെന്താ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാത്തത്, നിങ്ങൾക്കെന്താ മാനമില്ലേ, നിങ്ങളെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെയാണ് പറയാറുള്ളത്. ആ ചോദ്യത്തെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ കോൺഗ്രസ് പ്രതിനിധി മിണ്ടുന്നുണ്ടോ? അദ്ദേഹം വിശ്വനാഥ മേനോനിലും അബ്ദുള്ള കുട്ടിയിലും അഭിരമിക്കുകയാണ്, ഞങ്ങളല്ല നിങ്ങളും പോയി. എന്നിട്ട് പറഞ്ഞൊരു പ്രയോഗം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ഈ അന്തസ്സുള്ള ഏക രാഷ്ട്രീയ പാർട്ടി നേതാവ് BJP-യിലേക്ക് പോയത് അതാണ്. അതായത് മുമ്പ് CPM-ന്റെ ഭാഗമായിരുന്ന ആദരണീയനായ വിശ്വനാഥ മേനോൻ നേരിട്ട് BJP-യുടെ ഭാഗമാകുകയായിരുന്നില്ല. അല്പമെങ്കിലും രാഷ്ട്രീയ ബോധവും ചരിത്ര വിജ്ഞാനം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അറിയാം, അല്ലെങ്കിൽ അറിയാവുന്നവർ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കണം. അദ്ദേഹം എങ്ങോട്ടേക്കാണ് പോയത്? VB ചെറിയാന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള EMS AKG ജനകീയ വേദിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് വിശ്വനാഥ മേനോൻ CPM-ൽ നിന്നും മാറുന്നത്. പിന്നീട് അദ്ദേഹം മറ്റേതെങ്കിലും പാളയത്തിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളത് ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാവുന്നതാണ്. അപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുമ്പോഴും ഇന്ത്യയുടെ പ്രതിരോധ സേനയുടെ രഹസ്യങ്ങൾ ചോർത്തിയതിനെ കുറിച്ച്, ഇന്ത്യയുടെ രാഷ്ട്ര സുരക്ഷയെ സംബന്ധിച്ചുള്ള വെല്ലുവിളി നിറഞ്ഞ കാര്യങ്ങൾ ചോർത്തിക്കൊടുത്തതിനെ കുറിച്ചുള്ള ചോദ്യം വരുമ്പോൾ വിശ്വനാഥ മേനോൻ പോയി, അന്തസ്സുള്ള ഏക പാർട്ടി നേതാവ് പോയി എന്നൊക്കെ പറഞ്ഞ് CPIM-ൽ അഭിരമിക്കുകയല്ല വേണ്ടത്. അങ്ങനെയുണ്ടെങ്കിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ, മാനമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അങ്ങയുടെ അവസരത്തിൽ വ്യക്തമാക്കുക, മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ കോൺഗ്രസിന്റെ CWC അംഗം കൂടെ ആയിട്ടുള്ള അങ്ങയുടെ നേതൃ പദവി അലങ്കരിക്കുന്ന അദ്ദേഹത്തിന്റെ കുടുംബം, അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ ആരെങ്കിലും അന്തസ്സുള്ള കോൺഗ്രസ്സുകാർ എന്ന നിലയിൽ നിങ്ങൾ കുറച്ച് ആളുകൾ ഞങ്ങളുടെ മാനത്തിനാണ് വിലയിട്ടത്, ഞങ്ങൾ പ്രതിരോധ രേഖ ചോർത്തൂല, ഞങ്ങൾ രാജ്യസുരക്ഷയെ വിറ്റ് തുലയ്ക്കൂല, BJP-ക്കാരെ പോലെ ശവപ്പെട്ടി വിറ്റ് പുട്ടടിക്കൂല, അങ്ങനെ നിലപാട് കോൺഗ്രസിനുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, നിങ്ങൾ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം. ഈ വിവരം പറഞ്ഞു എന്ന് അവകാശപ്പെടുന്ന മാന്യനെതിരെയും അതിനെ ഏറ്റുപിടിച്ച മറ്റാളുകൾക്കെതിരെയും ഒക്കെ നിങ്ങൾ കേസ് കൊടുക്കണം. അങ്ങനെ ഒരു സ്റ്റാൻഡ് നിങ്ങൾക്കുണ്ടോ? ഇല്ല. പുറത്തു വന്ന വിവരം അങ്ങേയറ്റം ഗൗരവത്തോടു കൂടെ ഇന്ത്യ ചർച്ച ചെയ്യേണ്ടതാണ്. ഇനി ഈ പ്രതിരോധ സേനയുടെ രേഖ ചോർത്തി കൊടുത്തിട്ടില്ലേ? അറക്കൽ പറമ്പിൽ കുര്യൻ ആന്റണിയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സംഘവും പറയണം, ഇന്ത്യയുടെ രാജ്യസുരക്ഷയെ തകർക്കാൻ പര്യാപ്തമായ വിവരങ്ങൾ ചോർത്തി കൊടുത്തിട്ടില്ലേ? കുറച്ച് കാശ് വാങ്ങിയിട്ട് അദ്ദേഹത്തെ പ്രതിരോധ മന്ത്രിയാക്കിയ കോൺഗ്രസിന്റെ നേതൃസംഘത്തിനും ഇപ്പോഴും വെളിവാക്കാവുന്നതേ ഉള്ളൂ, ഞങ്ങൾ ഇന്ത്യയെ വിറ്റ് കാശ് വാങ്ങിയിട്ടില്ല, പ്രതിരോധ സേനയെ വിറ്റ് ഞങ്ങൾ പുട്ടടിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് വ്യക്തമാക്കാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ പ്രതിരോധ സേനയുടെ രഹസ്യം ചോർത്തിയ കാര്യം പറയുമ്പോൾ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നയാളെ അഖിലേന്ത്യാ പ്രസിഡന്റാക്കി, അവിടെ നിന്ന് കോൺഗ്രസിലേക്ക് മാറി, പിന്നീട് കോൺഗ്രസ്സുകാർ BJP-ക്ക് വിറ്റ് ആ പാപഭാരം എടുത്തുകൊണ്ട് ഇപ്പോഴത്തെ ഇടതുപക്ഷത്തിന്റെ നില കൊണ്ടുവച്ച് അങ്ങനെ അങ്ങ് രക്ഷപ്പെടാം. അങ്ങനെയൊക്കെ കരുതുന്നത് രാഷ്ട്രീയമായി എത്രയോ പരിഹാസ്യമായ വാദമാണ്. അങ്ങ് എന്നെക്കാൾ ജേക്കബ് ജോർജിലേക്കും ഞാൻ എത്താം. ചെറിയൊരു ഇടവേള ആവശ്യമായി. ശ്രീ ജേക്കബ് ജോർജ്, AK ആന്റണിയെ വളരെ കാലമായി അറിയാവുന്ന ഒരാളാണല്ലോ താങ്കൾ. സ്വാഭാവികമായും അദ്ദേഹത്തിലൂടെ അനിൽ ആന്റണിയെയും അറിയാമെന്നുള്ളതാണ്. ഞാൻ ആ വെർബാറ്റും വായിക്കാം, കാരണം എനിക്ക് അനിൽ ആന്റണിയുടെ വാക്കുകൾ ഷോക്കായിരുന്നു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, അനിൽ ആന്റണി പറയുന്നത് ഇങ്ങനെയാണ്: എനിക്ക് ബഹുമാനമുള്ള വ്യക്തിയാണ് AK ആന്റണി, 84 വയസ്സായി, പക്ഷേ ഇന്നും രാഷ്ട്രവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഗാന്ധി കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്.
കോൺഗ്രസിനെ ജനം മൂന്നാം തവണയും ചവറ്റുകൊട്ടയിൽ എറിയും, നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകും. ഇതെല്ലാം കണ്ട് കോൺഗ്രസ് പാർട്ടിയിലെ കാലഹരണപ്പെട്ടവരും രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും കുടുംബത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരും ചന്ദ്രനെ നോക്കി കുരക്കുന്ന പട്ടികളെ പോലെ കുരച്ചുകൊണ്ടിരിക്കുമെന്ന്. എന്താണ് AK ആന്റണിയെ പോലെ ഒരു വീട്ടിൽ നിന്ന് വരുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം? തീർച്ചയായിട്ടും നികേഷ്, അത് നികേഷിനെ ഞെട്ടിപ്പിച്ചതുപോലെ കേരളത്തിലെ കോൺഗ്രസ്സുകാരെ മാത്രമല്ല, കേരളത്തിലെ പൊതുസമൂഹത്തിൽ, പൊതു രാഷ്ട്രീയത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ നിൽക്കുന്നവരെ മാത്രമല്ല, സാധാരണ ജനങ്ങളെപ്പോലും, കാരണം കേരളത്തിലെ സാധാരണ ആൾക്കാർക്കും AK ആൻ്റണിയെ അറിയാം. അറയ്ക്കപ്പറമ്പിൽ കുര്യൻ ആൻ്റണി എന്ന ചേർത്തലക്കാരൻ AK ആൻ്റണി. ആ ആൻ്റണിക്ക് ഒരു വലിയ രാഷ്ട്രീയ ചരിത്രമുണ്ട്. ആ രാഷ്ട്രീയ ചരിത്രമാണ് ആൻ്റണിയുടെ സമരങ്ങളിലൂടെ, വിവിധ മുന്നേറ്റങ്ങളിലൂടെ, കോൺഗ്രസിനകത്ത് നടത്തിയ സമരങ്ങളിലൂടെ അദ്ദേഹം നടത്തിയ ഒരു ജൈത്രയാത്രയാണ് കോൺഗ്രസിൻ്റെ അകത്തെ അധികാരത്തിൻ്റെ സ്ഥാനങ്ങളുടെ ചവിട്ടുപടികളിലേക്കുള്ള കയറ്റം. അതിനെ വെറുമൊരു ഞാനതിനെ ഉപമയൊന്നും പറയുന്നില്ല, കാരണം ഉപമ പറഞ്ഞാൽ കൂടിപ്പോവും. അതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ, ആൻ്റണിയുടെ വ്യക്തിത്വവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ, അനിൽ ആൻ്റണി എന്ന മകൻ ഒന്നുമല്ല നികേഷ്. ഈ കേരളത്തിലെന്നല്ല, ഈ മഹാഭാരതത്തിലും അനിൽ ആൻ്റണി ഒന്നുമല്ല. AK ആൻ്റണി എവിടെ കിടക്കുന്നു? 1958 ഇതൊക്കെ പഴകുളം മധു പറയേണ്ടതാണ് കേട്ടോ മധുവേ. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയൊക്കെയാണ് ഈ പറയുന്നത്. 1958 ഒരണ സമരം അനിൽ ആൻ്റണി കേട്ടിട്ടുണ്ടോ? അതൊക്കെ വായിച്ചിട്ടുണ്ടോ, മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാലഹരണപ്പെട്ടു ആന്റണി എന്നാണ് പറയുന്നത്. ആന്റണിയുടെ ഏറ്റവും വലിയ ശത്രുക്കൾ പോലും പറയാത്തതാണ് അനിൽ ആന്റണിയെ കൊണ്ട് പറയിപ്പിക്കുന്നത് BJP. പറയല്ല. ഇന്ത്യയിലെ പ്രധാനമന്ത്രി പോലും, അമിത്ഷാ പോലും, നഡ്ഡ പോലും പറയല്ല ആ വാക്ക്. അത്രയ്ക്ക് നീചവും നികൃഷ്ടവുമായ വാക്കുകളാണ് ആന്റണി ഇവിടെ മകൻ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി സ്വന്തം പിതാവിനെ കുറിച്ച് പറഞ്ഞത്. തീർച്ചയായിട്ടും കേരളം ലജ്ജിച്ച് നിൽക്കേണ്ട സമയമാണിത്. കോൺഗ്രസ് ലജ്ജിച്ച് നിൽക്കേണ്ട സമയമാണിത്. കോൺഗ്രസ്സുകാർ എല്ലാവരും ആന്റണിയോടൊപ്പം നിൽക്കേണ്ട നിമിഷമാണിത്. ഓർക്കണം. അതാണ് ആ ഒരണ സമരത്തിൻ്റെ കരുത്തെന്തായിരുന്നു അന്ന്. 1957 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്കെതിരെ ആ സമരം, ആ ഗവൺമെൻറ്, EMS ഗവൺമെൻറ് 6 പൈസ എന്നുള്ളത് 10 പൈസയാക്കി ഒരണ 10 പൈസയാക്കിയപ്പോൾ നടത്തിയ സമരം, ഒരണയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ ബോട്ട് സമരം, പിള്ളേരെ വളരെയധികം തല്ലി ചതച്ചു ആ സമരത്തിൽ. ആ സമരത്തിന് നേതൃത്വം കൊടുത്ത് KSUവിലേക്ക് ഇറങ്ങി യൂത്ത് കോൺഗ്രസിലേക്ക് കടന്നു വന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ രണ്ടുപേരും പത്മജ വേണുഗോപാൽ ആണെങ്കിലും അനിൽ ആന്റണി ആണെങ്കിലും ഈ AK ആന്റണിയുടെയും കരുണാകരൻ്റെയും അഡ്രസ്സ് അവർക്ക് BJPയിൽ ഗുണമാകും എന്ന് കരുതിയിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും BJPയിലെത്തി. ഇനിയിപ്പോൾ അവിടെ നിന്നുള്ള ഉയർച്ചയാണ്. അപ്പോൾ അപ്പനെ തെറിവിളിക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ നിലയിൽ അപ്പനെ തെറിവിളിക്കുകയാണ് ചെയ്യുന്നത് എന്നാണോ കാണേണ്ടത്? അല്ല, അതെ, അപ്പൻ്റെ മകൻ, അച്ഛൻ്റെ മകൻ, അച്ഛൻ്റെ മകൾ എന്നതല്ലാതെ എന്ത് മേൽവിലാസമാണ് എൻ്റെ നികേഷേ ഈ 2 പേർക്കും ഉള്ളത്? എന്തെങ്കിലും മേൽവിലാസം? ഞാൻ ഈ ഒരണ സമരത്തിൻ്റെ കാര്യം എന്താ പറഞ്ഞത്? കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ ചേരിയിലേക്ക് കേരളത്തിലെ ജനങ്ങളെ പിടിച്ചു നിർത്തിയത്, ഇടതുപക്ഷ മുന്നേറ്റത്തിൽ ഒരു ഇടതുപക്ഷ ലൈൻ എടുത്ത് കോൺഗ്രസിനെ കൂടെ നിർത്തിയത് ആന്റണിയാണ്. കേരളത്തിൽ ബിഷപ്പുമാർക്കെതിരെ കത്തോലിക്കനായ, സുറിയാനി കത്തോലിക്കനായ AK ആന്റണി പള്ളിയും പട്ടക്കാരനും പാട്ടുകുർബാനയും ഒന്നുമില്ലാതെ വീട്ടിൽ വെച്ച്, ഞാൻ കല്യാണം റിപ്പോർട്ട് ചെയ്ത ആളാണ് കേട്ടോ, ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ വെച്ച്, പുതുപ്പള്ളി വീട്ടിൽ വെച്ചാണ് ആന്റണി കല്യാണം നടത്തിയത്. രജിസ്ട്രാറെ വീട്ടിൽ വിളിച്ചു വരുത്തിയാണ്. അവിടെ സർക്കാർ രജിസ്ട്രാറിൽ ഒപ്പിട്ടാണ് കല്യാണം നടത്തിയത് എന്ന് ഓർക്കണം. ആന്റണി പള്ളിയെ വെല്ലുവിളിച്ചും കൊണ്ട്
തിരുമേനിമാരെ കാണാൻ വേണ്ടി ഇന്ദിരാഗാന്ധി കോഴിക്കോട്ട് വന്നപ്പോൾ അങ്ങോട്ട് പോകാതിരുന്നു AK ആന്റണി. അത്രയ്ക്ക് പ്രതിഷേധമായിട്ട് ഇന്ദിരാഗാന്ധി ബിഷപ്പുമാരെ കാണാൻ വന്നിരിക്കുന്നു. അത്തരം നിലപാടുകളിലൂടെ കേരള രാഷ്ട്രീയത്തിൽ എന്നല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളർന്നു വന്ന AK ആന്റണി കാലഹരണപ്പെട്ടു എന്ന് പറയാൻ ആ മകന് മാത്രമേ കഴിയൂ. ഈ ഒരു മകന് മാത്രമേ കഴിയൂ നികേഷ്. വേറെ ഒരാൾക്കും ഇന്ത്യയിൽ കഴിയുകയില്ല. ആന്റണിയെ അറിയാവുന്ന നന്ദകുമാർ ഇന്ന് വളരെ ഗുരുതരമായിട്ടുള്ള ആക്ഷേപമാണ് താങ്കൾ അനിൽ ആന്റണിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. നമുക്ക് ഇന്നിപ്പോൾ അനിൽ ആന്റണി സ്വന്തം പിതാവിനെതിരെ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തടിസ്ഥാനത്തിലാണ് ശ്രീ നന്ദകുമാർ താങ്കൾ ഇന്നിപ്പോൾ 3 ആരോപണങ്ങളാണ്? ഒന്ന്, CBI സ്റ്റാൻഡിംഗ് കൗൺസിൽ, 2 ഒഫീഷ്യൽ റെസിഡൻസിൽ ആയുധ ഡീലുകളുടെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വിൽപ്പന നടത്തി എന്നുള്ളത്, 3 ഒബറോയ് ഹോട്ടലിൽ PJ തോമസുമായിട്ടും ആൻറ്റോ ആയിട്ടും ചേർന്നുകൊണ്ട് ഇയാൾ ബ്രോക്കർ ഇടപാട് നടത്തി എന്നുള്ള 3 ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് ഉത്തരവാദിത്വത്തോടു കൂടിയാണോ? തീർച്ചയായിട്ടും ഉത്തരവാദിത്വത്തോടു കൂടി തന്നെയാണ് അത് പറഞ്ഞത്. കാരണം ഈ അനിൽ ആന്റണിയെ ഞാൻ കാണാനിടയാവുന്നത് ന്യൂഡൽഹിയിലെ ഒബറോയ് ഹോട്ടലിൽ വെച്ചാണ്. പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. ഞാൻ കാണാൻ യാദൃച്ഛികമായി ഇടയായത് ന്യൂഡൽഹിയിലെ ഒബ്രോയ് ഹോട്ടലിൽ വെച്ചിട്ടാണ്. എനിക്ക് അതിനായിട്ട് വലിയ അടുപ്പമൊന്നുമില്ല. ഈ പഴയ സുപ്രീം കോടതി പിരിച്ചുവിട്ട സെൻട്രൽ വിജിലൻസ് കമ്മീഷണറായ PJ തോമസും അന്ന് അനിൽ ആന്റണിയൊപ്പം ഉണ്ടായിരുന്നു. PJ തോമസ് വഴിയാണ് ഞാൻ അനിൽ ആന്റണി അടുക്കുന്നത്. ഞാൻ അനിൽ ആന്റണിയായിട്ടൊന്നും എനിക്കൊരു ബന്ധമില്ല. അന്ന് CBIയുടെ കേരളത്തിലെ സ്റ്റാൻഡിംഗ് കൗൺസിലിന്റെ സെലക്ഷൻ കഴിഞ്ഞിട്ട് അപ്പോയിന്റ്മെന്റിന് വെയിറ്റ് ചെയ്യുമ്പോൾ എന്റെ കേസ് നടത്തുന്ന വക്കീൽ അത് കിട്ടണമെന്ന് ആഗ്രഹിച്ച് അങ്ങനെ പാനലിലുണ്ടായിരുന്നു. അനിൽ ആന്റണി അതിന് 25 ലക്ഷം രൂപ എന്നോട് ആവശ്യപ്പെട്ട് അനിൽ ആന്റണി ആ 25 ലക്ഷം രൂപ എന്റെ കയ്യിൽ നിന്ന് അന്ന് AK ആന്റണിയുടെ PSO ആയിരുന്ന ഡൽഹി പോലീസുകാരനെയും കൂട്ടി അശോക് ഹോട്ടലിൽ വന്ന് സാഗരത്ന റെസ്റ്റോറന്റ് പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുപോയി. അതിനുശേഷം അപ്പോൾ അനിൽ ആന്റണിക്ക് അന്നത്തെ രഞ്ജിത് സിൻഹ എന്ന് പറഞ്ഞ CBI ഡയറക്ടറുടെ സ്വാധീനം എന്താണെന്ന് ഞാൻ അന്വേഷിച്ചിട്ടാണ് പണം കൊടുത്തത്. കാരണം അന്ന് രഞ്ജിത് സിൻഹ എന്ന് പറഞ്ഞ, അതായത് 3/12/2012 2/12/2017 ഇടയ്ക്ക് ഇന്ത്യയിലെ CBI ഡയറക്ടറായിരുന്ന രഞ്ജിത് സിൻഹയുടെ നിയമനം UPA ചെയർപേഴ്സൺ ഉടക്കിയത് കാരണം നടക്കാണ്ട് വന്നപ്പോൾ ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിന്റെ പ്രപ്പോസലിന് അയച്ച്, അത് ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിനെ ഹെഡ് ചെയ്തത് AK ആന്റണിയാണ്. അദ്ദേഹം ക്ലിയർ ചെയ്തുകൊണ്ടാണ് രഞ്ജിത് സിൻഹ CBI ഡയറക്ടറാക്കിയത്. 2013 ഏപ്രിലാണ് കേരളത്തിൽ CBIക്ക് സ്റ്റാൻഡിംഗ് കൗൺസിൽ ഇല്ലെന്നും ആക്ടിംഗ് സ്റ്റാൻഡിംഗ് കൗൺസിൽ ആയതുകൊണ്ട് ഫുൾ ഫ്ലഡ്ജ് സ്റ്റാൻഡിംഗ് കൗൺസിലിനെ നിയമിക്കാനായിട്ട് CBI അപേക്ഷ ക്ഷണിക്കുകയും എന്റെ കേസുകൾ നടത്തുന്ന വക്കീലും അതിനകത്ത് ക്വാളിഫൈഡ് ആയി. പക്ഷെ നിയമനം വൈകിയപ്പോൾ ഞാൻ ഈ മാർഗം ഉപയോഗിച്ചു അദ്ദേഹത്തിന് കിട്ടാൻ. പക്ഷെ അജിത് ശാസ്ത്രമംഗലം എന്ന് പറഞ്ഞ ഒരാൾക്കാണ് ആ നിയമനം കൊടുത്തത്. ആർക്ക് കൊടുത്തതെന്നല്ല, അതിന് പണം വാങ്ങി അനിൽ ആന്റണി എന്റെ കയ്യിൽ. പിന്നെ രണ്ടാമത് ഞാൻ ഉന്നയിച്ച ആരോപണം, അല്ല, അതില് PJ കുര്യനെ താങ്കൾ സമീപിച്ചു, നോക്കാമെന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ പറയട്ടെ പറയാനിരിക്കാനിരിക്കും. അനിൽ ആന്റണി രണ്ടാമത് ഞാൻ ഉന്നയിച്ച ആരോപണം എന്ന് പറഞ്ഞാൽ AK ആന്റണി UPA 1-ലും UPA 2-ലും ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് ഒരു ഡിഫൻസ് ഡീലും കൺക്ലൂഡ് ചെയ്തിട്ടില്ല. ഹലോ, കേൾക്കാം. അദ്ദേഹത്തിന്റെ കാലത്ത് പല ഡിഫൻസ് ഡീലുകളും ആകെ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഒഴിച്ചിട്ടുള്ള ഒരു ഡീലും കൺക്ലൂഡ് ചെയ്തില്ല. പല ഡിഫൻസിന്റെ പ്രൊക്യൂർമെന്റിനുള്ള ഏജന്റുമാരും ആന്റണിയുടെ ഓഫീസിനെ ചുറ്റിപ്പറ്റി നടക്കുകയായിരുന്നു. ആ സമയത്ത് പലർക്കും ആന്റണിയുടെ റെസിഡൻസിൽ പോകുന്ന ഫയലുകളുടെ ഫോട്ടോ കോപ്പി ലഭിച്ച് ഇയാൾ ഫോട്ടോ കോപ്പി വെച്ച് പൈസ ഉണ്ടാക്കിയ ആളാണ്. ആളുകളെ പറ്റിക്കണ പണിയാണ് ഇയാൾ ചെയ്തത്. എന്നെ ദല്ലാളെന്ന് കുറിച്ച് നിങ്ങൾ അതിശയിക്കല്ലേ? എന്നെക്കാൾ വെല്ലുന്ന ദല്ലാളാണ് ഇയാൾ ഡൽഹിയിൽ ആ കാലത്താ. ഇയാളുടെ അനിയനുണ്ട് അജിത് ആന്റണി. അയാൾ ഒരു ഡീലിനും അയാളൊരു സിനിമാ പ്രവർത്തനാന്ന് പറഞ്ഞാൽ ഒരിക്കൽ പരിചയപ്പെട്ട. രണ്ടാമത് ഒരിക്കൽ പരിചയപ്പെട്ടിട്ടുള്ളൂ ഞാൻ അയാളെ കണ്ടിട്ട് പോലുമില്ല. പക്ഷേ ഇന്ന് വളരെ നിഷ്ഠൂരമായ വാക്കുപയോഗിച്ചിട്ടാണ് അയാൾ ഇന്ന് കോൺഗ്രസിനെ കളിക്കുക. എനിക്ക് കോൺഗ്രസിനോട് വ്യക്തിപരമായ താല്പര്യമില്ല, അവിടെ മത്സരിക്കുന്ന ആനോനോടും എനിക്ക് താല്പര്യമില്ല. പക്ഷെ പറച്ചിലിന് ഒരു കാൻഡിഡേറ്റിന്റെ പറച്ചിലിന് ഒരു വ്യക്തിത്വം വേണ്ടേ? തറ വർത്താനം പറയണ് ഇയാൾ നമ്പർ 1 തറയായിരുന്നു. ഈ ദല്ലാളിന് 2 അർത്ഥമുണ്ട്. ഒന്ന് കൂട്ടിമുട്ടിക്കണവൻ, മറ്റത് കൂട്ടിക്കൊടപ്പ്. ഇയാൾ കൂട്ടിക്കൊടപ്പുകാരനായിരുന്നു ഡൽഹിയിൽ അറിയപ്പെടുന്ന ആന്റണിയുടെ മകൻ. ആന്റണി എന്ന് പറഞ്ഞ ഈ ശുദ്ധ കോൺഗ്രസ്സുകാർ പറഞ്ഞ ആദർശ രാഷ്ട്രീയക്കാരനെ വിറ്റ് കാശാക്കിയ ആളല്ലേ ഇയാള്? എലിസബത്ത് ആന്റണി, ഇയാളുടെ അമ്മ.
ഈ അമ്മ ഇതിന് കൂട്ടായിരുന്നു ഇല്ലെന്ന് നമുക്ക് നമുക്ക് നിഷേധിച്ചിട്ടില്ലേ? ഈ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിനകത്ത് ഒബ്റോയ് ഹോട്ടലിൽ ഇയാള് ഈ പറയുന്ന രീതിയിലുള്ള ഇടപാടുകൾ നടത്തിയിരുന്നു, ബ്രോക്കറിംഗ് നടത്തിയിരുന്നു എന്നുള്ളതിന് എന്ത് തെളിവാണുള്ളത്? നാളെ ഇതൊരു മാനനഷ്ട കേസിന്റെ വിഷയമാവുകയാണെങ്കിൽ ശ്രീ നന്ദകുമാർ ഹലോ, മാനനഷ്ട കേസ് അയാൾ കൊടുക്കട്ടെ. അയാള് നാളെ കൊടുക്കണം മാനനഷ്ട കേസ്. എനിക്ക് വക്കീൽ നോട്ടീസ് അയക്കട്ടെ. അയാളിപ്പോ ഇന്ന് പറഞ്ഞത് ഞാൻ നിഷേധിക്കുന്നു, ഇലക്ഷൻ കാരണം എനിക്ക് കേസ് കൊടുക്കാൻ താല്പര്യമില്ലെന്ന്. അല്ല, ഇതിനകത്ത് താങ്കളുടെ കയ്യിൽ തെളിവുണ്ടാകണമല്ലോ. അയാൾ മാനനഷ്ട കേസ് കൊടുക്കുകയാണെങ്കിൽ താങ്കൾക്ക് ഇത് പ്രതിരോധിക്കാം. ഞാനതാണ് തിരിച്ചു എന്നെ പറയാൻ അനുവദിക്കും. ഞാനിത് കൺക്ലൂഡ് ചെയ്താലേ ഈ പോയിന്റുകൾ കൃത്യമാവുള്ളൂ. അതിനിടയിൽ കയറി പറഞ്ഞാൽ ഞാൻ പറയണതെല്ലാം വെറുതാവിലാവും. ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടെ. അതായത് കോൺഗ്രസ് UPA 1-ലും 2-ലും കിട്ടിയ എല്ലാ സൗകര്യവും ഉപയോഗിച്ച് പണം സമ്പാദിച്ച AK ആന്റണിയുടെ മകനെന്ന ലേബലിൽ കർണാടകയിലെ സ്ഥാനാർത്ഥിത്വത്തിന് വരെ KJ ജോർജിനെ വരെ ഉപയോഗിച്ച് പണം സമ്പാദിച്ച ഒരു വലിയ വ്യക്തിത്വമാണ് അനിൽ ആന്റണി. എന്റെ പണം കിട്ടാണ്ട് വന്നപ്പോൾ ഞാൻ പ്രൊഫസർ PJ കുര്യൻ, അന്ന് അദ്ദേഹം ഡെപ്യൂട്ടി ചെയർമാൻ, അദ്ദേഹത്തെ പോയി കണ്ട് അദ്ദേഹം പറഞ്ഞ് പരാതിപ്പെടരുത്. കാരണം 2014 ഇന്ത്യയിലെ NDA ഗവൺമെന്റ് വന്ന് ഞാൻ CBIക്ക് പരാതി കൊടുക്കാൻ പോയി. എന്റെ പേരിൽ കോസ് ഓഫ് ആക്ഷൻ കേസ് എടുത്തോട്ടെ, ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാണ്, ഇയാളെ കൂടി വിളിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് എന്നെ കുര്യൻ തടഞ്ഞു വെച്ചു. അവസാനം കുര്യനും PT തോമസും ഇടപെട്ട്, മരിച്ചുപോയ PT തോമസും ഇടപെട്ട് 5 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് എനിക്ക് എറണാകുളത്ത് പണം തിരിച്ചു തന്നതിന് 14-ൽ NDA വന്നപ്പോൾ അതിനുശേഷം ഇയാളെ ചുറ്റിപ്പറ്റി പല അന്വേഷണങ്ങളും തുടങ്ങിയപ്പോൾ അതിന്റെ ചില ഘട്ടങ്ങളിലേക്ക് എത്തിയപ്പോൾ നിവർത്തിയില്ലാണ്ട് ഇയാൾ BJPയുടെ ഭാഗമായി. ഈ BJPയുടെ CK പത്മനാഭൻ ഈ BJPയുടെ ഭാഗമായതിന്റെ കാരണം താങ്കൾ പറയുന്നത് ഈ പറയുന്ന ആയുധ ഡീലുകളുടെ ഫോട്ടോസ്റ്റാറ്റ് വിൽപ്പന. സംശയം എന്താണ്? പണം വാങ്ങിയിട്ട് പണി നടത്തി കൊടുക്കുകയല്ലേ ഇയാൾ ചെയ്തത്? പണി കൊടുക്കുകയാണ് ചെയ്തത് ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട്. മനസ്സിലായ? കട്ടാൻ പേസ്റ്റ് ഫോട്ടോസ്റ്റാറ്റ് പലതും. അല്ല, സ്വാഭാവികമായിട്ടും താങ്കൾ ഇപ്പോൾ ആക്ഷേപം ഉന്നയിക്കുന്നത് അനിൽ ആന്റണിക്ക് എതിരെ മാത്രമാണ്. ആന്റണി ഒന്നും ഇതിനകത്ത് ഒരു പങ്കാളിത്തമേ വരുന്നില്ല. ഞാൻ ആന്റണിയെ കുറിച്ച് ആക്ഷേപം എന്താണ്? എനിക്ക് ആന്റണിയായിട്ടൊരു പരിചയമില്ല. ആന്റണി അറിഞ്ഞിട്ടാണെന്ന് എനിക്കറിയില്ല. എനിക്ക് അനിൽ ആന്റണിയെ കുറിച്ച് അല്ലാണ്ട് AK കുറിച്ച് ആ പരാതി പറഞ്ഞെന്തിനാ? ഇവിടെ നന്ദകുമാർ ഇന്ന് ഈ ആക്ഷേപം ഉന്നയിക്കാൻ എന്താണ് കാരണം? താങ്കൾ ആന്റോ ആന്റണിക്ക് വേണ്ടിയിട്ടാണോ അതോ തോമസ് ഐസക്കിന് വേണ്ടിയിട്ടാണോ? അല്ലല്ല, എന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അവിടെ മത്സരിക്കാൻ ആന്റോ ആന്റണിയെ കണ്ടുപരിക്കും പോലുമില്ല. തോമസ് ഐസക്കിനും എനിക്കൊരു ബന്ധമില്ല. ഞാനത് ഉന്നയിക്കാൻ കാര്യം അയാളുടെ 2 തവണത്തെ സമീപനം ഞാൻ ശ്രദ്ധിച്ച്. നമ്മളൊരു സ്ഥാനാർത്ഥിയാണെങ്കിൽ കുറെയൊക്കെ ഡെക്കോറം പാലിക്കണം. കഴിഞ്ഞ തവണ അയാൾ പറഞ്ഞു കോൺഗ്രസ് പാർട്ടി പാകിസ്ഥാനിൽ പോകണമെന്ന്. അയാൾ അപ്പം പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയല്ലേ? എന്തായാലും ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ അയാൾ? ബിജെപിയുടെ സ്പോക്സ് പേഴ്സണും BJPയുടെ നേതാവും നരേന്ദ്രമോദി പ്രസംഗിക്കില്ല അങ്ങനെ ഇന്ത്യ രാജ്യത്ത്. എത്ര ഭംഗിയായിട്ട് അദ്ദേഹം വളരെ ഒരാളെ മോശമാക്കി നരേന്ദ്രമോദി ഒരു വേദി. ഇത് നരേന്ദ്രമോദിക്ക് മുകളിലുള്ള നരേന്ദ്രമോദിയല്ല. 2, ഇന്ന് അങ്ങനെ പറഞ്ഞ ആക്ഷേപങ്ങള് ആർക്കാണെങ്കിലും നമുക്കൊരു പ്രായമുള്ള അങ്ങേരുടെ പിതാവിനെ പോലും നിന്ദിക്കണം. കോൺഗ്രസ്സുകാർ വായു തുറക്കാൻ പറ്റണ്ട കോൺഗ്രസ്സുകാർക്ക്. ഇയാൾക്കറിയാം എന്ത് പറഞ്ഞാലും കോൺഗ്രസ്സുകാർ AK മകൻ മേലേക്ക് ഇയാൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. അതല്ലാണ്ട് ഞാനല്ലാണ്ട് ആരെങ്കിലും ഇയാളെ കുറിച്ച് മിണ്ടിയ കോൺഗ്രസ്സില? എന്തൊക്കെ വൃത്തികേടാണ് അയാൾ വിളിച്ചു പറഞ്ഞത്. ചന്ദ്രന്റെ പട്ടി കുറയ്ക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ഇന്ത്യയിൽ 100 കൊല്ലം ഭരിച്ച പാർട്ടിയല്ലേ? ഞാൻ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നത്. കോൺഗ്രസ് കൊള്ളാത്ത പാർട്ടി തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഈ കച്ചവടമെല്ലാം നടന്നത് കോൺഗ്രസിന്റെ കാലത്ത്, ഈ പിടിച്ചുപറിയെല്ലാം നടന്നത്. ഡൽഹിയിലെ ഏറ്റവും വലിയ പിടിച്ചുപറി ദല്ലാളായിരുന്നു ഇയാള്. ഫോട്ടോസ്റ്റാറ്റ് പറ്റിക്കൽ ദല്ലാള്. അയാളെ ഞാൻ വെല്ലുവിളിക്കണ് എനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാൻ. ഇല്ലെങ്കിൽ നാളെ നിങ്ങൾ അറേഞ്ച് ചെയ്യും നിങ്ങളുടെ പ്രോഗ്രാം. ഞാൻ വരാൻ പത്തനംതിട്ട ചെലവിൽ എന്റെ മുഖത്ത് നോക്കിയാൽ പറയട്ടെ എന്റെ കയ്യിൽ പണം വാങ്ങിയിട്ടില്ലെന്ന്. അയാൾ ഡിഫൻസിന്റെ പേപ്പർ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വിറ്റിട്ടില്ലെന്ന്. ധൈര്യം ഉണ്ടെങ്കിൽ പറയട്ടെ. ഞാൻ AK പേരിൽ ആരോടും ഉന്നയിക്കാനൊന്നും കാര്യമില്ല. AK അറിഞ്ഞിട്ട് പോലുമില്ല. ഇയാള് AK വിറ്റ് കാശാക്കിയ ആളാണ്. എന്നിട്ട് ഇന്ന് പറയണ പറച്ചിൽ കേട്ടില്ലേ? UPAയുടെ 1-ാം ഘട്ടത്തിലും അവസാന ഘട്ടത്തിലും കോൺഗ്രസിനെ വിറ്റ ആളാണ് ഇയാള്. എന്നിട്ട് പണം സമ്പാദിച്ച ആളാണ് ഇയാള്. ഇലക്ഷൻ മാർക്കിന് പണം കിട്ടണമെന്ന് നദ്ദയുടെ അടുത്ത് നിന്ന് പരാതി പറഞ്ഞില്ല ഡൽഹിയിൽ. അപ്പൊ നദ്ദ എന്താ പറഞ്ഞ? കാശ് കയ്യിൽ ഇരിപ്പേണ്ട അടുത്ത് ഉപയോഗിക്കാനല്ലോ പറഞ്ഞ. ഇയാൾ പരാതിയായിട്ട് ഡൽഹിയിൽ ചെന്നിരുന്നു BJP നേതൃത്വത്തിന്റെ അടുത്ത് പണം കിട്ടണമെന്നും പറഞ്ഞ്. ഞാൻ BJP തള്ളി പറയില്ല. ഈ സൈസ് പത്മനാഭൻ പറഞ്ഞിട്ട് ഈ സൈസ് ഇറക്കുമതികളെ കൊണ്ടുവന്ന് BJP നാണക്കേടിലാണ് എത്തുന്നത് രാജ്യത്ത്. ഈ കൊള്ളരുതാത്തവനെയൊക്കെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് ഇതിലും ഭേദം വരുന്നു. സരിതയുടെ ശരീരത്തിൽ കൈവച്ചെങ്കിലും PC ജോർജ് ശരി. ശ്രീ നന്ദകുമാർ, ശ്രീ പഴകുളം മധു, ഇങ്ങനെയൊക്കെയുള്ള ആക്ഷേപങ്ങളാണ് വരുന്നത്.
അല്ല, ആക്ഷേപങ്ങളിൽ ചിലപ്പോൾ കഴമ്പുണ്ടാകില്ലായിരിക്കും, നമുക്കറിയില്ല. പക്ഷേ നമുക്ക് അങ്ങനെയുള്ള വിഷയങ്ങൾ പൊതുമധ്യത്തിൽ നമ്മളെ താറടിച്ച് കാണിക്കുമ്പോൾ, ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളായി വരുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ എന്താ ചെയ്യുക? അതാണ് നേരത്തെ ജയിക്ക് ചോദിച്ചത്. ഈ വിവരങ്ങളെല്ലാം എനിക്ക് പുതിയ വിവരങ്ങളാണ്, അത് കുഴപ്പമൊന്നുമില്ല. ശ്രീ അനിൽ ആൻ്റണി AK ആൻ്റണിക്ക് എതിരെ നടത്തിയ പരാമർശങ്ങൾ ഏറ്റവും മ്ലേച്ഛവും ഹീനവും നീചവുമായിട്ടുള്ള പരാമർശങ്ങളാണ്. ആ പരാമർശങ്ങളെ ജനങ്ങൾ എങ്ങനെ കാണും എന്ന് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. ഞാനത് വാക്കുകൾ ഒതുക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ശ്രീ AK ആൻ്റണിയുടെ കയ്യിൽ നിന്നും ഏതെങ്കിലും ഒരു കഷ്ണം പേപ്പർ താഴെ വീണ് അതാർക്കെങ്കിലും എടുക്കാം എന്നാരും വിശ്വസിക്കുന്നില്ല. AK ആൻ്റണി അറിയുന്ന ആർക്കും അറിയാം. AK ആൻ്റണിയുടെ വീട്ടിൽ അദ്ദേഹം കൊണ്ടുവന്ന ഫയലിൽ നിന്നും ഫോട്ടോ കോപ്പി എടുത്ത് കൊടുക്കും എന്നൊക്കെ പറഞ്ഞാൽ ഒരു തരത്തിലും വിശ്വസിക്കാൻ കഴിയില്ല. ശ്രീ ദല്ലാൽ നന്ദകുമാർ ഈ ആരോപണം ഉന്നയിക്കുകയാണ്. ദല്ലാൽ നന്ദകുമാറിൻ്റെ പശ്ചാത്തലം നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം ഈ സമീപകാലത്ത് നടത്തിയിട്ടുള്ള ആരോപണങ്ങൾ അറിയാം. ശ്രീ ജയ്ക്കാണ് ഇവിടെ, അയാളാണ് LDFിൻ്റെ പ്രതിനിധിയായിട്ട് ഇതിൽ പങ്കെടുക്കുന്നത്. ഇതേ ദല്ലാൽ നന്ദകുമാർ അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങൾക്ക് മാനനഷ്ട കേസ് കൊടുക്കാൻ തയ്യാറുണ്ടോ കോൺഗ്രസ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹം ഈ വെളിപ്പെടുത്തൽ നടത്തിയിട്ട് 1 മണിക്കൂറേ ആയിട്ടുള്ളൂ. എനിക്ക് ജയിക്കിനോട് മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളത്, സ്വപ്ന സുരേഷിനെ മുഖ്യമന്ത്രിയുടെ വീട്ടിലും ഔദ്യോഗിക ഓഫീസിലും ഇദ്ദേഹം കൊണ്ടുപോയി ഡീൽ നടത്തി എന്ന് ഈ ദല്ലാൽ നന്ദകുമാർ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ട് ഒരു വലിയ വെളിപ്പെടുത്തൽ കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. ആ വെളിപ്പെടുത്തൽ ശരിയോ തെറ്റോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങൾ പറയണ്ട. എന്നാൽ നിങ്ങളിപ്പോൾ വലിയ വായിൽ പറഞ്ഞ പോലെ എത്രയോ മാസങ്ങളായി നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് അന്തസ്സില്ലേ, മാനമില്ലേ? നിങ്ങളൊരു മാനനഷ്ട കൊടുത്തിട്ടുണ്ടോ ഇതുവരെ ആയിട്ട്? അതുകൊണ്ട് ആ കയ്യിലിരിക്കട്ടെ. അതുകൊണ്ട് കോൺഗ്രസിന്റെ മെക്കിട്ട് കയറാൻ വരണ്ട. AK ആന്റണിയുടെ സ്വന്തം ഭാര്യയ്ക്കോ മക്കൾക്കോ അഭിപ്രായം കേട്ടിട്ട് പോലും ഒരാളും വിശ്വസിക്കുന്നില്ല. അതെ, തീർച്ചയായിട്ടും എത്രയോ ചെറുതായി പോകുന്നു കോൺഗ്രസ് പ്രതിനിധി അദ്ദേഹത്തിന്റെ അവസരങ്ങളിൽ നിന്നുള്ളതാണ് ഞാൻ വീണ്ടും ഓർമ്മിക്കുന്നത്. കാരണം ഇതിൽ ഗൗരവസമ്പൂർണമായ നിലയിൽ തൊട്ടടുത്ത നിമിഷം വരെ ചർച്ച ചെയ്തത് ഒന്ന്, പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥി കോൺഗ്രസ് കുടുംബത്തിന്റെ വക സംഭാവനയായിരുന്നല്ലോ. അദ്ദേഹം കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് പ്രതിരോധ മന്ത്രിയായിരിക്കെ നടത്തിയ രഹസ്യ ഡീലുകളെ സംബന്ധിച്ച് ഒരു വെളിപ്പെടുത്തൽ എന്നതുപോലെ ആരോപണങ്ങൾ വരുന്നു. ആ ആരോപണങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ച ഒരു ഭാഗത്ത് നടക്കുന്നു. രണ്ടാമത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം പിതാവിനെയും കോൺഗ്രസിന്റെ ഏറ്റവും ഉയർന്ന ഘടകമായിട്ടുള്ള CWCയിലെ ക്ഷണിതാവ് കൂടിയായിട്ടുള്ള ആദരണീയനായ അറക്കൽ പറമ്പിൽ കുര്യൻ ആന്റണിയെ ഞാനൊന്ന് അവസാനം ബ്രേക്കിൽ ചോദ്യം മറന്നു പോകേണ്ട വിചാരിച്ചിട്ടാണ് ജയിക്ക് ഇത്രയോട് ചോദിച്ചത്. സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട് ഇതേ നന്ദകുമാർ ആക്ഷേപം ഉന്നയിച്ചപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞ അതേ നിലപ്രകാരമാണെങ്കിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി മാനനഷ്ട കേസിന് പോയില്ല എന്നാണ് ചോദിച്ചത്, അല്ലേ? അതെ. അല്ല, ചതുരപടിവിൽ വർത്താനം പറയാൻ പറ്റത്തില്ലല്ലോ. ഞാൻ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തോട് തിരികെ ചോദിച്ചില്ലേ, വിശ്വനാഥ മേധോൽ അബ്ദുള്ള കുട്ടി വരെയുള്ളവർ നിങ്ങളുടെ ആഫീസിൽ വന്നിട്ടല്ലേ പിന്നെ BJPയിലേക്ക് പോയത്? അങ്ങേക്ക് പറയാൻ മറുപടി ഉണ്ടായിരുന്നില്ലല്ലോ. ഇനി അങ്ങ് ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. എന്താണ് അങ്ങ് എന്തിനാ ഇടപെടുന്നത്? അങ്ങ് ഇടപെട്ട വിഷണ്ണനാകണ്ട. മുഖ്യമന്ത്രിയുടെ കേന്ദ്രീകരിച്ച് ഇപ്പൊ നിങ്ങൾ തുടർച്ചയായിട്ട് ഇടപെടുന്ന ഒരു മര്യാദയാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ ആഫീസിൽ പോയി ചർച്ച നടത്ത്. പൂർത്തിയാക്കൂ. എനിക്കിങ്ങനെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, അല്ല, നിങ്ങൾക്ക് ഒരു ലൈസൻസ് ഇല്ലാത്ത ആളാന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഒരു ലൈസൻസ് പൂർത്തിയാക്കൂ. എന്തായാലും കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ നിന്ന് ആഫീസിൽ നിന്ന് ലൈസൻസ് വാങ്ങിച്ചിട്ട് ഫ്രെയിം ചെയ്ത് വെക്കാൻ അല്ലെങ്കിൽ അതും പോക്കറ്റിൽ കൊത്തിക്കൊണ്ട് നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ചോദിച്ചു വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങ് കൊടുത്താൽ മതി. അങ്ങയുടെ ആഫീസിലെ അങ്ങയുടെ വീട്ടിലെ ലൈസൻസ് തൽക്കാലം എനിക്ക് വേണ്ട, അത് അങ്ങ് തന്നെ കൈവച്ചാൽ മതി. പിന്നെ ഇവിടെ ഉയർന്നു വന്ന ആരോപണം അങ്ങ് അദ്ദേഹത്തെ കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നു CM ഓഫീസ് കേന്ദ്രീകരിച്ചിട്ടോ ക്ലിഫ് ഹൗസ് കേന്ദ്രീകരിച്ചിട്ടോ ഇത്തരത്തിലുള്ള എന്തോ വ്യാജ പ്രചരണം ഉയർന്നു വരുന്നു, ഇത്തരത്തിലുള്ള ആരോപണം ഉയർന്നു വരുന്നു. എന്താണ് അതിനെക്കുറിച്ചുള്ള നിലപാടെന്നുള്ളതാണല്ലോ. ക്ലിഫ് ഹൗസിലും CMന്റെ ഓഫീസിലും ഔദ്യോഗിക സർക്കാർ സംവിധാനത്തിന്റെ പ്രതീകമായ സെക്രട്ടേറിയറ്റിലും ഒക്കെ
CCTV ദൃശ്യം ചോദിക്കുമ്പോൾ 24 മണിക്കൂർ കൊണ്ട് മാഞ്ഞു പോകുന്ന പ്രത്യേക CCTV ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നല്ലോ 2016 പുറകിൽ. ആ കാലമല്ല ഇപ്പോ. ഈ ദൃശ്യങ്ങൾ ചോദിച്ച ദേശീയ അന്വേഷണ ഏജൻസി, IT, CBI, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്യാദി വേട്ടപ്പട്ടികളൊക്കെ വന്നിട്ട് CCTV ഫുട്ടേജ് CM-ന്റെ ഓഫീസിലെയും ക്ലിഫ് ഹൗസിലെയും സെക്രട്ടേറിയറ്റിലെയും ഒക്കെ ചോദിച്ചപ്പോൾ ജിഗാബൈറ്റും കിടന്ന് ടെറാബൈറ്റ് നിലവാരമുള്ള ഒരു ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം കൊടുക്കാൻ തയ്യാറായി നിന്ന് ടെറാബൈറ്റിന് വേണ്ടി പരസ്യം കൊടുത്തതേ ഉള്ളൂ. ഞങ്ങൾ മുഴുവൻ ദൃശ്യങ്ങളും ഹാർഡ് ഡിസ്കിലേക്ക് മാറ്റി ദേശീയ അന്വേഷണ ഏജൻസി മുതലുള്ളവർക്ക് കൊടുക്കാൻ തയ്യാറായിരുന്നു. ഏറ്റുവാങ്ങാൻ ഒരാൾ ഇതുവരെ വന്നിട്ടില്ല. ചോദിച്ച് അത്രയും ദൃശ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ദല്ലാളാവട്ടെ മറ്റാരെങ്കിലും ആകട്ടെ ആരോപണം ഉന്നയിച്ച ആളുകൾക്ക് തെളിവ് സഹിതം നികത്തി ഞങ്ങൾ മറുപടി കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഞങ്ങളുടെ CCTV 24 മണിക്കൂർ കൊണ്ട് മാഞ്ഞു പോകുന്ന ലോകത്തിലെ അപൂർവ ഇന CCTV ആണ്, ഇതിൽ നിന്ന് ദൃശ്യം കിട്ടില്ലേ എന്ന് പറഞ്ഞിട്ടില്ല പിണറായി വിജയനും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി മന്ത്രിസഭയും. കേട്ടല്ലോ, ലൈസൻസ് കൊടുക്കാൻ നടക്കുന്ന കോൺഗ്രസിന്റെ നേതാവ്. ശരി, എനിക്ക് ഇടവേള വേണം, ഞാൻ വരാം. നമുക്ക് നമുക്ക് വളരെ കുറച്ച് സമയമുള്ളൂ, അതുകൊണ്ട് ചുരുക്കണം. പക്ഷേ എങ്കിൽ പോലും താങ്കൾ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ നേരത്തെ സ്വപ്ന സുരേഷിനെ കൊണ്ട് ഈ ആരോപണം ഉന്നയിച്ച ഇതേ നന്ദകുമാറിലെ, അപ്പോൾ അന്ന് നിങ്ങൾ മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ MV ഗോവിന്ദൻ മാസ്റ്റർ പരാതി കൊടുക്കുകയും സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒന്ന്. രണ്ട്, അതൊന്നും അല്ലല്ലോ ഇപ്പോഴത്തെ വിഷയം. ഇപ്പോഴത്തെ വിഷയം നമ്മൾ ആന്റണിയുടെ വീട്ടിൽ നടന്ന ഒരു ഫോട്ടോസ്റ്റാറ്റ് ഇടപാട് സംബന്ധിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇത് ആന്റണിയെ കൂടി ബാധിക്കുന്നതാണ്. ഇന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ വിധി വന്ന ദിവസമാണ്, അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിധി വന്ന ദിവസമാണ്. അതിനകത്ത് പറഞ്ഞത് PMLA 70 പ്രകാരം അരവിന്ദ് കെജ്രിവാളിൻ്റെ പേരിൽ ഇനിയിപ്പോൾ പ്രൊസീഡ്സ് ഓഫ് ക്രൈം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അയാൾ കൺവീനർ എന്നുള്ള നിലയിൽ, ആം ആദ്മി പാർട്ടിയുടെ കൺവീനർ എന്ന നിലയിൽ അതിന് ഉത്തരവാദി എന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആന്റണിയുടെ വീട്ടിൽ നടന്ന ഒരു ഇടപാട് സംബന്ധിച്ച് ഈ തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾക്കെതിരെ നിങ്ങൾക്കും കേസ് കൊടുക്കാവുന്നേ ഉള്ളൂ. അല്ല നികേഷേ, താങ്കൾ 2 തവണ എൻ്റെ ചർച്ചയിൽ ഇടപെട്ടു. ഞാൻ ഇനിയും പറയുകയാണ്, കഴിഞ്ഞ ആഴ്ച ഇതേപോലെ ദല്ലാൽ നന്ദകുമാർ കോൺഗ്രസ് സംബന്ധിച്ചൊരു വെളിപ്പെടുത്തലായിട്ട് വന്നു. അന്ന് അദ്ദേഹം EP ജയരാജനെ ആണ് ഉദാഹരണമായി പറഞ്ഞത്. CPM-ൻ്റെ കയ്യിലെ ഒരു ആയുധമാണ് ദല്ലാൽ നന്ദകുമാർ. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാറി വരും, പക്ഷേ ഇപ്പോൾ അങ്ങനെ അദ്ദേഹം പറഞ്ഞ AK ആന്റണിയെ അദ്ദേഹം പോലും പരാമർശിക്കാത്ത ഒരു വിഷയത്തിൽ താങ്കൾ AK ആന്റണിക്ക് വേണ്ടി ഞങ്ങൾ മാനനഷ്ട കേസ് കൊടുക്കണം എന്ന് പറയുന്നത് ഒരു കേട്ടുകളില്ലാത്ത കാര്യമാണ്. AK ആന്റണിയെ അറിയുന്നവരും കേട്ടിട്ടുള്ളവരും എല്ലാവർക്കും അറിയാം, AK ആന്റണിയുടെ കയ്യിൽ നിന്ന് മകനല്ല, ഭാര്യയല്ല, ഏതൊരാൾക്കും ഒരു തുണ്ട് കടലാസ് പോലും വീണ് കിട്ടില്ല. അതാണ് AK ആന്റണി. അത് ഇന്ത്യയിൽ ഒറ്റ ആന്റണി മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ, ഈ ലോകത്തും അതുപോലെ ഒറ്റ ആന്റണി മാത്രമേ ഉള്ളൂ. ആ AK ആന്റണിയെ ആരോപണത്തിന് പുകമറയിൽ നിർത്താൻ ആര് വിചാരിച്ചാലും നടക്കില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ ഘട്ടത്തിൽ കേരളത്തിലെ 20 പാർലമെന്റ് സീറ്റും പരാജയപ്പെടുമെന്നുള്ള ഭീതിയിലാണ് കേരളത്തിലെ CPM പാർട്ടി. അപ്പോൾ CPM ആയിരിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ അനിൽ ആന്റണി ഈ വെളിപ്പെടുത്തലോട് കൂടി അയാൾ ശുദ്ധശൂന്യമായി പോയി. അയാൾ ആരും എടുക്കാത്തൊരു ചരക്കായി മാറി. അയാൾ ഒന്നുമല്ലാതായി തീർന്നു. AK ആന്റണി കാണിക്കുന്ന മൗനമുണ്ടല്ലോ, കുലീനമായ മൗനം, അത് AK ആന്റണിക്ക് മാത്രമുള്ളതാണ്. അതുകൊണ്ടാണ് AK ആന്റണിയെ രാഷ്ട്രീയ ലൈൻ അപ്പുറമായി ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത്. ആ AK ആന്റണിയെ അനാവശ്യമായി ഇത്തരം വിവാദങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഇടതുപക്ഷ മുന്നണിയുടെ പ്രതിനിധി ഉണ്ടല്ലോ, അദ്ദേഹത്തിന് എന്തും പറയാൻ ഒരു ലൈസൻസും ആവശ്യമില്ലാത്ത ആളാണ്. ആരെ അധിക്ഷേപിക്കുന്ന ആളാണ്. എന്നെ തന്നെ ഇപ്പോൾ 2-3 തവണ അദ്ദേഹം മോശമായി കുറ്റപ്പെടുത്തി. ഞാനൊന്നും മറുപടി പറയുന്നില്ല. അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം, എന്നെക്കുറിച്ചും അറിയാം. അതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. അന്തസ്സുള്ള ഒരാളും AK ആന്റണിയുടെ വീട്ടിൽ ഇത്തരം ക്രമക്കേടോ കൃത്രിമോ നടക്കുമെന്ന് ലോകത്ത് വിശ്വസിക്കില്ല. AK ആന്റണിക്കെതിരായി ഇന്ന് നടത്തിയിരിക്കുന്നത് ഇതിനെല്ലാം മറുപടി കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ നൽകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതീവ ഗുരുതരമായ ആക്ഷേപം AK ആന്റണിക്കെതിരെയല്ല ഉന്നയിച്ചിട്ടുള്ളത്. നമുക്ക് വളരെയധികം സമയമില്ല എന്നുള്ളത് താങ്കൾക്ക് അറിയാമല്ലോ. ഞാൻ BJP പ്രതിനിധിയിലേക്ക് ഒരു തവണ മാത്രമേ പോയിട്ടുള്ളൂ. എനിക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടി എടുക്കണം. ശരി, CCTV ഇനി അതിനെ കുറിച്ചൊന്നും മറുപടി വേണ്ടതേ. CCTV-യുടെ കാര്യമൊക്കെ പലതവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ശ്രീ പിന്റു മഹാദേവ് പറയൂ മറുപടി. 2 സെക്കൻഡ് CCTV ദൃശ്യങ്ങൾ എവിടെയാണ്? CCTV ദൃശ്യങ്ങൾ അടിച്ചു പോയതെന്ന് എല്ലാവർക്കും അറിയാം. അത് പിണറായി ജീവിക്കുന്ന ക്ലിഫ് ഹൗസിലാണ്. ശരി, മറുപടി അനിൽ ആന്റണിക്കെതിരെ ഇത്ര ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾ ചർച്ചയിൽ ചോദ്യം ചോദിക്കാൻ കാത്തിക്കാണോ? പറഞ്ഞുകൂടായിരുന്നോ?
അല്ല ഞാൻ പറയട്ടെ, ഇത് നിങ്ങൾ അല്ല ഞാൻ നിങ്ങളെ ഇങ്ങനെ പരസ്പരം തർക്കിച്ചതിൽ ഇങ്ങനെ ഇടപെടേണ്ട, അതൊരു മര്യാദയില്ലല്ലോ. അങ്ങ് അത് നോക്കുന്നില്ല, അങ്ങ് ഈ മൗനിയെ പോലെ അങ്ങ് നിൽക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, അനിൽ ആന്റണി എന്ന് പറയുന്ന വ്യക്തി പത്തനംതിട്ടയിൽ ഉയർത്തിയിട്ടുള്ള വലിയ വികസനത്തിന്റെ വലിയൊരു മുദ്രാവാക്യമുണ്ട്. ആ മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം 2 സ്ഥാനാർത്ഥികളെക്കാൾ ബഹുദൂരം മുന്നിലാണ്. അപ്പോഴാണ് ആസൂത്രിതമായിട്ട് ഇന്ന് AK ആന്റണി അദ്ദേഹത്തിന് സമ്മതമില്ലാതെ ഓഫീസിനകത്ത് കൊണ്ടുവന്ന് അദ്ദേഹത്തിന് ആന്റണിക്കെതിരെ പറയിപ്പിക്കുന്നു. 2 ദല്ലാൽ നന്ദകുമാര വാക്ക് കേരളത്തിൽ അരിയാഹാരം വിശ്വസിക്കുന്ന ആരെങ്കിലും വിശ്വസിക്കുമോ? എല്ലാ കാലവും പൊതുവെ CPM-കാർ എല്ലാ സമയത്തും സരിതയാണ് ഇറക്കാറ്. ഇത്തവണ സ്ത്രീക്ക് പകരം ഒരു പുരുഷനായിട്ടുള്ള അത്തരത്തിലുള്ള ഒരു സ്വഭാവമുള്ള ഒരാളെ കൊണ്ടുവന്നിരിക്കുക. ദല്ലാൽ നന്ദകുമാർ ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ അടക്കം നിങ്ങൾ നോക്കൂ, നല്ലൊരു തിരക്കഥ CPM-ന് വേണ്ടിയാണോ പറയുന്നത്? മഹാദേവ് അയാൾ സംസാരിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് പല സമയത്ത് അല്ല തീർച്ചയായും ഒരേ സമയത്ത് AK ആന്റണിക്കും കോൺഗ്രസിനും ഒരേ സമയം ഇടതുപക്ഷത്തിനും അദ്ദേഹം ഇതിനു മുമ്പ് EP ജയരാജന്റെ ബോംബ് പൊട്ടിച്ചല്ലോ. അപ്പൊ ഇദ്ദേഹം കേരളത്തിൽ ഇടയ്ക്കിടയ്ക്ക് ബോംബ് പൊട്ടിച്ച് ഇങ്ങനെ കേരളത്തിന്റെ പരിസ്ഥിതിയെ മലീമസമാക്കുന്ന ഇദ്ദേഹത്തിനെ മാനസിക ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കണം. അല്ലാതെ അദ്ദേഹത്തിനെ പോലെയുള്ള ആളുകൾ വിളിച്ചിട്ട് ആധികാരികമായിട്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയിപ്പിക്കുക. അദ്ദേഹം നോക്കുക, ആദരണീയനായിട്ടുള്ള ആന്റണിയുടെ ഭാര്യയെ വരെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്താണ്, അപ്പോഴും അങ്ങ് ഇടപെട്ടില്ല. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അനിൽ ആന്റണി എന്ന് പറഞ്ഞ BJP-ക്കാർ ഉത്തരാർത്ഥ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിന് പറഞ്ഞ ഇത്തരത്തിൽ ആരോപണങ്ങൾ കൊണ്ടൊന്നും നിങ്ങൾക്ക് ഇതിൽ പറയേണ്ട ഒരു കാര്യമില്ല. ഇങ്ങനെ ആരോപണം ഉന്നയിച്ചുകൊണ്ടൊന്നും അദ്ദേഹത്തിന്റെ വ്യക്തിത്വമോ മാറ്റുന്നില്ല. ഇന്ന് പിന്നെ ഇവിടെ ആരും തന്നെ അനിൽ ആന്റണി എന്ന് പറഞ്ഞ കാര്യം കൃത്യമായിട്ട് വായിച്ചു നോക്കിയിട്ടില്ല. അദ്ദേഹം നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു പരാമർശം ആരെ കുറിച്ച് പറഞ്ഞത്, കോൺഗ്രസ്സുകാരെ കുറിച്ച് പറഞ്ഞത്, നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ചന്ദ്രനെ നോക്കി നിൽക്കുന്ന ശുനകന്മാരെ പോലെ കോൺഗ്രസ്സുകാർ ഇരിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ അദ്ദേഹം ആന്റണിയെ പറഞ്ഞിട്ടില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞതിൽ എന്താ തെറ്റ്? അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AK ആന്റണി എന്ന് പറഞ്ഞ രാജ്യവിരുദ്ധ ശക്തികൾക്ക് കുടപിടിക്കുന്ന സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒപ്പം ഇരിക്കുന്നു. അത് സത്യമല്ലേ? ഈ കാശ്മീർ വിഷയമായിക്കോട്ടെ, ഈ രാജ്യത്തെ പുൽവാമ ആക്രമണമായിക്കോട്ടെ, രാജ്യവിരുദ്ധമായ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉള്ളത്. AK ആന്റണിയെ കുറിച്ച് പറയുന്നത് അദ്ദേഹം കാലഹരണപ്പെട്ടു. 2, അദ്ദേഹം പറയുന്നത് ഈ ഗാന്ധി കുടുംബത്തിന് മാത്രം സേവകനായ ഒരാൾ എന്നുള്ള നിലയിലാണ് AK ആന്റണിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ മകൻ തന്നെ പറയുന്നത്. 3, ചന്ദ്രനെ നോക്കി കുരക്കുന്ന പട്ടികളെ പോലെ കുരക്കും എന്നാണ് നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ. അങ്ങനെയൊക്കെ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കലാണെങ്കിൽ ആളുകൾ മനസ്സിലായിക്കോട്ടെ, ഞാൻ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരാളാണെന്ന്, കുഴപ്പമില്ല, ഞാൻ ആ റിസ്ക് എടുത്തോളാം. ഇവിടെ അനിൽ ആന്റണിക്ക് എതിരെ വന്നിട്ടുള്ള BJP-യിൽ ചേർന്നിട്ടുള്ളത് ഈ പറയുന്ന വിവാദത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണെന്നാണ് നന്ദകുമാർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണെങ്കിൽ അശോക് ചവാൻ, രാജ്യവിരുദ്ധ നാരായൺ റാണെ, അവരൊക്കെ അവർക്കൊക്കെ എതിരെയുള്ള ആക്ഷേപങ്ങളൊക്കെ പോയിരിക്കുന്നത് ഇപ്പൊ അനിൽ ആന്റണി ഈ നിലയിൽ ചേർന്നാണെന്നാണ് പറയുന്നത്. ഇതിനകത്ത് അറിയാമല്ലോ. അല്ല ഇതിനകത്ത് അനിൽ ആന്റണിയുടെ വാക്കുകളെ നിങ്ങൾ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ്. അദ്ദേഹം നമുക്ക് BBC എന്ന് പറയുന്ന ചാനൽ ഇവിടെ ഇടപെട്ടുകൊണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയപ്പോൾ അതിന് ഒത്താശ പാടിയ കോൺഗ്രസിനെതിരെ പോരാടിക്കൊണ്ടാണ് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് വരുന്നത്. ഈ ഫോട്ടോസ്റ്റാറ്റ് വിഷയത്തിലല്ല. അന്ന് ഇന്നും അദ്ദേഹം പറഞ്ഞ വാക്ക്, അദ്ദേഹം പറഞ്ഞ കാലഹരണപ്പെട്ടു എന്ന് പറഞ്ഞ വാക്ക് സാർ മോശമായൊരു വാക്കാണോ? നമ്മളെല്ലാവരും പറയുന്നില്ല, കാലഹരണപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ പിതാവ് നിൽക്കുന്നു. അതാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ നേരത്തെ അദ്ദേഹം പറഞ്ഞത് ആന്റണി തോറ്റു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നാൽ നരേന്ദ്രമോദിക്കെതിരെ കുരയ്ക്കുന്ന കോൺഗ്രസ്സുകാർ എന്ന് അദ്ദേഹം പറഞ്ഞത് ആന്റണിയെ അല്ല. നിങ്ങൾ ആടിനെ പട്ടിയെ പേപ്പട്ടിയാക്കിക്കൊണ്ട് ഇത്തരത്തിൽ ചർച്ച നടത്തിക്കൊണ്ട് അനിൽ ആന്റണിയെ ഒറ്റപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പ്രിന്റു ആണെങ്കിലും അതുപോലെ തന്നെ ശ്രീ പഴകുളം മധു ആണെങ്കിലും പറയുന്നത് CPM-ന്റെ ഒരു ആയുധമായിട്ടാണ് ഈ നന്ദകുമാർ വന്നത് എന്നാണ്. ഞാൻ നന്ദകുമാറിനെ ജേക്കബ് ജോർജിലേക്ക് വരാം അവസാന ഘട്ടത്തിൽ. പറഞ്ഞോളൂ ശ്രീ ജേക്കബ്. പോലും ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ക്ഷമിക്കണം ശ്രീ ജേക്കബ് ജോർജ്, ഞാൻ ജേക്കിനോടായിരുന്നു. പേര് മാറിപ്പോയിട്ടുണ്ടോ? ഒരു മിനിറ്റ് സാർ. ജേക്ക്, എനിക്ക് മറുപടി പറയാലോ അല്ലേ? പറഞ്ഞോളൂ. തീർച്ചയായിട്ടും ഞാൻ യഥാർത്ഥത്തിൽ
ഈ ചർച്ചയുടെ ഏറ്റവും പ്രസക്തമായ രണ്ട് ഭാഗങ്ങൾ. ഒന്ന്, നമ്മളെല്ലാവരും രാഷ്ട്രീയ വിയോജിപ്പുകൾക്കിടയിലും ആദരണീയമായ വ്യക്തിത്വം എന്ന നിലയിൽ കാണാൻ ശ്രമിക്കുന്ന ശ്രീ AK ആന്റണിക്കെതിരെ BJP പ്രവേശനാനന്തരം അദ്ദേഹത്തിന്റെ പുത്രൻ സ്വീകരിച്ചിട്ടുള്ള അങ്ങേയറ്റം പരിഹാസ്യവും ദുരന്തപൂർണവുമായിട്ടുള്ള വാക്പ്രയോഗങ്ങളെ സംബന്ധിച്ചാണ്. അന്തസ്സുള്ള എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും തള്ളിപ്പറയാൻ തയ്യാറാവേണ്ട പ്രയോഗങ്ങളാണ്. മറ്റൊരു ഭാഗം ഇവിടെ സൂചിപ്പിച്ചതുപോലെ പുതുതായി ഇദ്ദേഹത്തെ കേന്ദ്രീകരിച്ച് വന്ന ആരോപണങ്ങൾ. ആ ആരോപണങ്ങളിൽ കോൺഗ്രസും BJPയും ഒരേപോലെ പ്രതിക്കൂട്ടിലാകുന്നു എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തെ ചീത്ത പറഞ്ഞ അദ്ദേഹം CPIMന്റെ ഉൽപ്പന്നമാണ്, CPIMന്റെ പ്രതിനിധിയാണ് എന്ന് വരുത്തി തീർക്കാനാണ് ഇവിടെ നിർഭാഗ്യവശാൽ ശ്രമമുണ്ടായത്. നമ്മൾ കാണേണ്ടത് എന്താണ്? ആദരണീയനായ മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ ശ്രീ ജേക്കബ് ജോർജ് ഇവിടെ വിശദീകരിക്കാൻ ശ്രമിച്ചു AK ആന്റണിയെ സംബന്ധിച്ച്. പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ള കോൺഗ്രസിന്റെ മാറ്റത്തെ സംബന്ധിച്ച് പൊതുസമൂഹം നന്നായി വിലയിരുത്തണം. ആദരണീയനായി നമ്മളുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് നേതാവിന്റെ ഉറ്റ സതീർത്ഥ്യൻ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ആ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ലീഡർ ശ്രീ K കരുണാകരന്റെ മകൾ BJPയിലേക്ക് പോയപ്പോൾ നടത്തിയ പ്രയോഗം എന്താണ്? ഇതിനേക്കാൾ അറപ്പുളവാക്കുന്നതല്ലേ രാഷ്ട്രീയ പിതൃത്വം എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ തന്ത എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. പിന്നെ രാഷ്ട്രീയമായ പിതൃത്വമില്ലായ്മ, ജൈവശാസ്ത്രപരമായ പിതൃത്വമില്ലായ്മ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അപമാനിച്ചത് ആരെയാ? ഞങ്ങളുടെ നേതാക്കന്മാരെയാണോ? ആദരണീയനായ കോൺഗ്രസിന്റെ നേതാവും നമ്മുടെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുമായ ശ്രീ K കരുണാകരൻ അവരുടെ കുടുംബം അവരെയല്ലേ ആക്ഷേപിച്ചത്? മിണ്ടിയിട്ടുണ്ടോ കോൺഗ്രസിന്റെ പ്രതിനിധി? ജേക്കബ് പൂർത്തിയാക്കട്ടെ, വേഗം സമയമില്ല. നിങ്ങൾ എന്തിനാ ഇടയ്ക്ക് ഇടപെട്ട് കയറി സംസാരിക്കുന്നത്? ഞാൻ പറയട്ടെ, ജേക്കബ് ജോർജ് ഞാൻ വരാം. അവസാന പൂർത്തിയാക്കൂ. അല്ല, ഇത്തരം കാര്യങ്ങൾ പറയുമ്പോ ചർച്ചയ്ക്ക് മറുപടി പറയാനുള്ള അവസരം തരണം. അല്ല, ഇനി റിപ്പോർട്ടർ അല്ല, എനിക്ക് അദ്ദേഹത്തെ നന്നാക്കാൻ കഴിയില്ല. എല്ലാവരും കൂടെ സംസാരിക്കല്ലേ പ്ലീസ്. ജേക്കബ് ഒന്ന് പൂർത്തിയാക്കൂ. ആൾക്കാരെന്നാണ് അങ്ങനെയൊന്നും പറയല്ലേ ജയിക്കേ. ദയവ് ചെയ്ത് എനിക്ക് റിപ്പോർട്ടർ അദ്ദേഹത്തെ പറഞ്ഞ് നന്നാക്കാൻ കഴിയുമെന്ന് എനിക്കോ അല്ലെങ്കിൽ മറ്റാളുകൾക്കോ തോന്നുന്നില്ല. ദയവ് ചെയ്ത് റിപ്പോർട്ടർ TV എന്നോടൊരു കാരുണ്യം കാണിക്കേണ്ടത്. ഇദ്ദേഹമാണ് കോൺഗ്രസ് പ്രതിനിധിയായി വരുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായി ആരെയും വിളിക്കരുത്. അദ്ദേഹത്തിന് സംസാരിക്കാനുള്ളത് ഇഷ്ടം പോലെ അദ്ദേഹം സംസാരിച്ചു കൊടുക്കും. അദ്ദേഹത്തിന്റെ മാന്യതയെന്ന് തോന്നുന്ന സംസ്ഥാന പ്രസിഡന്റായിരിക്കും മാന്യതയുടെ പൂർത്തിയാക്കൂ ജയ്ക്ക്. ഞാനല്ല ഇടപെടുന്നത്. നിങ്ങൾ എന്തായി കാണുന്നേ? സോറി ജയിക്കേ ഞാനല്ല ഇടപെട്ടത്. അത് BJP പ്രതിനിധി. സമയം വെറുതെ കളയാണ് ശ്രീ പഴകുളം മധു. പ്ലീസ് ജയിക്കൊന്ന് പൂർത്തിയാക്കൂ. ക്ഷമിച്ചു. അത് ഞാനല്ല പറഞ്ഞതെന്ന് മനസ്സിലായി. ഞാനല്ല ഇടപെട്ടത്. അത് അദ്ദേഹത്തോട് പറയൂ. എന്തിനാണ് ഇങ്ങനെ ഒരു ചർച്ച അലമ്പാക്കുന്നത്? BJPയുടെ പ്രതിനിധിയാണെങ്കിലും കോൺഗ്രസിന്റെ പ്രതിനിധിയാണെങ്കിലും സംസാരിക്കുമ്പോൾ രാഷ്ട്രീയമായ വിയോജിപ്പുകളൊക്കെ ഉണ്ടെങ്കിലും മര്യാദയോടുകൂടെ മാന്യതയോടുകൂടെ സംസാരിക്കണം എന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചൊരു അഭിപ്രായം. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കാം കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. BJPയിലെ പത്തനംതിട്ട സ്ഥാനാർത്ഥിയായിരിക്കാം ഇവിടെ ഇപ്പൊ ചർച്ചയിൽ വരുന്ന BJP നേതാവിന് മര്യാദയെ സംബന്ധിച്ച് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. സ്വന്തം മാതാപിതാക്കളെ നായ്ക്കുട്ടികളോട് ഉപമിക്കുക, അവർ ഔട്ട്ഡേറ്റഡ് ആയി എന്ന് പറയുക, അവർ പാകിസ്ഥാനിൽ പോകേണ്ടവരാണെന്ന് പറയുക, മറ്റൊരു കോൺഗ്രസിന്റെ നേതാവ് രാഷ്ട്രീയ പിതൃത്വ ഇല്ലായ്മയെക്കുറിച്ചും ജൈവശാസ്ത്രപരമായ പിതൃത്വ ഇല്ലായ്മയെക്കുറിച്ചും കോൺഗ്രസിന്റെ ആദരണീയരായ നേതൃത്വത്തെക്കുറിച്ച് പറയുക. ഇത് രണ്ടുമാണ് ഇക്കൂട്ടർ രണ്ടുപേരുടെയും സംസ്കാരം. ഇത് രണ്ടുമാണ് ഇവർ രണ്ടുപേരും പ്രതിനിധീകരിക്കുന്നത്. ഇതിനെ രണ്ടിന് നയമാണ്. ഞാൻ ആ കാര്യമാണ് സൂചിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഒരാളും ഇപ്പോ AK ആന്റണിയോട് ഞങ്ങൾക്ക് എന്ത് വിയോജിപ്പുണ്ടായിരുന്നു? എത്രയോ ഐതിഹാസികമായ സമരങ്ങൾ അദ്ദേഹത്തിന്റെ ഭരണകാലയളവിൽ ഏറ്റെടുക്കേണ്ടതായി വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ നായ്ക്കുട്ടിയോട് ഉപമിച്ചൊരു അനുഭവം ഇടതുപക്ഷത്തിൽ നിന്നുണ്ടായോ? അദ്ദേഹം പാകിസ്ഥാനിൽ പോകണമെന്നുള്ള അഭിപ്രായം ഞങ്ങളിൽ നിന്നുണ്ടായോ? ഇതൊക്കെ ഉണ്ടായത് ആരിൽ നിന്നാണ്? ഉത്തമനായ ഒരു കോൺഗ്രസ് കുടുംബം BJP ആയി മാറുമ്പോൾ ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ കോൺഗ്രസ് ആശ്വാസകരമാണോ? ആ കോൺഗ്രസ് ആശ്വാസകരമാണോ? മതി. അല്ല, ശ്രീ ജേക്കബ് സമയക്കുറവുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. അവസാനമായി ശ്രീ ജേക്കബ് ജോർജ് നോക്കൂ, എൻ്റെ ചോദ്യം ഇതാണ്. മക്കളാണോ കാലഹരണപ്പെട്ടത് എന്നുള്ളതാണ്. ഒരാൾ അച്ഛൻ്റെ സ്മൃതി മണ്ഡപത്തിൽ കരുണാകരൻ്റെ റോൾ അറിയാമല്ലോ. BJPയെ പ്രതിരോധിക്കുന്നതിൽ നിർണായകമായ പങ്ക് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ആ ആളുടെ സ്മൃതി മണ്ഡപത്തിൽ മകള് ചെന്നിട്ട് ഈ മെമ്പർഷിപ്പ് വിതരണം ചെയ്യാണ് BJPയിലേക്കുള്ള. രണ്ട്, നമ്മൾ അനിൽ ആൻ്റണിയെക്കുറിച്ച് സംസാരിക്കുന്നു. ആരാണ് കാലഹരണപ്പെട്ടത്? പഴയ നേതാക്കളാണോ അതോ പുതിയ പിള്ളേരാണോ? ഞാൻ ആ രണ്ട് മക്കളെക്കുറിച്ചും മകനെക്കുറിച്ചും മകളെക്കുറിച്ചും ഒന്നും പറയുന്നില്ല. അവർ കാലഹരണപ്പെട്ടതാണോ അവരുടെ ചിന്തകൾ കാലഹരണപ്പെട്ടതാണോ എന്ന് കാലം തെളിയിക്കും, ഈ തിരഞ്ഞെടുപ്പും തെളിയിക്കും. പക്ഷേ ആൻ്റണി കാലഹരണപ്പെട്ട ആളാണ് എന്ന് പറയാൻ
ഞാനതിനോട് യോജിക്കുന്നില്ല നികേഷ്. അത് അനിൽ ആന്റണിയല്ല, ഇന്ത്യ മഹാരാജ്യത്തെ ആര് അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയാലും ഞാൻ ആന്റണിയോട് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തെ അനുകൂലിച്ച് എഴുതിയിട്ടുണ്ട്. അതൊക്കെ എൻ്റെ രാഷ്ട്രീയ എഴുത്തിൻ്റെ ഭാഗമായിട്ട്, ഒരു റിപ്പോർട്ടറുടെ ഭാഗമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ നിശ്ചിതമായിട്ട് വിമർശിച്ചിട്ടുണ്ട്, എന്നോട് മിണ്ടാതിരുന്നിട്ടുണ്ട്, ഇപ്പോഴും മിണ്ടാതിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ആന്റണിയുടെ വ്യക്തിത്വത്തെ, AK ആന്റണിയുടെ വ്യക്തിത്വത്തിൻ്റെ സുതാര്യതയെ, അദ്ദേഹത്തിൻ്റെ നേർബോധത്തെ, അദ്ദേഹത്തിൻ്റെ നേരിനെ ചോദ്യം ചെയ്യാൻ അദ്ദേഹത്തെക്കാൾ വളർന്ന ഒരു വലിയ നേതൃത്വം ഇന്ത്യയിലില്ല, ഒരു പാർട്ടിയിലുമില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കോൺഗ്രസ്സുകാരനല്ലാത്ത എനിക്ക് തൻ്റെ ഇടമുണ്ട്. അത് ഞാൻ ആവർത്തിച്ച് പറയും നികേഷ്. അത് പഴകുളം മധുവും ജയിക്കും BJP നേതാവും കേൾക്കേണ്ട കാര്യം തന്നെയാണ്. കേരളക്കാർ മുഴുക്കുകയും കേൾക്കട്ടെ ഈ ഒരു സാക്ഷ്യം എന്ന് തന്നെയാണ് ജെക്സി തോമസ്, പഴകുളം മധു, പ്രിൻഡു മഹാദേവ്, ഒപ്പം തന്നെ ജേക്കബ് ജോർജ്, നന്ദി സഹകരിച്ചതിന്. ഒപ്പം തന്നെ TJ നന്ദകുമാറും ചർച്ചയിൽ പങ്കുചേർന്നിരുന്നു. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, അനിൽ ആന്റണി ചർച്ചയിൽ പങ്കുചേരും എന്ന് പറഞ്ഞിരുന്നു. തുടക്കത്തിൽ അദ്ദേഹം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ പിന്മാറുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കല്ല. Debate with MV Nikesh Kumar.